സാമൂഹ്യനീതി വകുപ്പ്, പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസ്, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷനുമായി സംയുക്തമായി സംഘടിപ്പിക്കുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫോർ പ്രൊബേഷൻ സപ്പോർട്ട് ടീം അതിൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ സെഷന് സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി തൃശൂർ ജില്ലാ ഗ്രേഡ് 2 പ്രൊബേഷൻ ഓഫീസർ ശ്രീമതി രാജശ്രീ മാമിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഈ ഗൂഗിൾ മീറ്റ് പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജശ്രീ, തൃശൂർ ജില്ലാ പ്രൊബേഷൻ ഓഫീസറാണ്. പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസിന്റെയും പത്തനംതിട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായിട്ട് LGRF ആയിട്ട് ചേർന്ന് നടത്തുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഇന്നത്തെ സെഷനിലോട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ, പ്രൊബേഷൻ അസിസ്റ്റന്റുമാർ, ലോ സ്റ്റുഡൻസ്, കൗൺസിലേഴ്സ്, മറ്റുദ്യോഗസ്ഥർ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം നമുക്കറിയാലോ, പ്ലീ ബാർഗൈനിങ് ആണ് ഇന്നത്തെ വിഷയം. ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ശ്രീ വി ഭുവനേന്ദ്രൻ സാറാണ്. ഭുവനേന്ദ്രൻ നായർ സാറാണ്. അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. അതുകൂടാതെ തന്നെ അദ്ദേഹം തിരുവനന്തപുരം സിവിൽ സർവീസ് അക്കാദമിയിലെ ഫാക്കൽറ്റിയും കൂടിയാണ്. ശ്രീ ഭുവനേന്ദ്രൻ സാറിനെ ഈ ഗൂഗിൾ മീറ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. Thank you very much. Thank you very much. Sir. May I start? Yeah, please, sir. Oh, okay. My dear friends, Gino, Sri Rajasri, ma'am, and Abin sir, dear advocates, dear students, and LGRF members. I'm so thankful I got a chance to discuss certain aspects which already in your knowledge. Still we got many doubts, and implementation of this plea bargaining is a problem. Means it is not widely used nowadays. So we are going to discuss that aspect. What is plea bargaining? What is the importance of it? ഞാനും അബിൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പറയുകയും ചെയ്തു എന്നോട്, സർ ഇറ്റ് ഈസ് ദർ ഇൻ ദ ബുക്സ് ആൻഡ് ദ സ്റ്റാറ്റ്യൂട്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് വൈഡ്ലി അപ്ലൈഡ്. ഇത് അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യണം, അവിടെയാണ് നമ്മുടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ചില ആസ്പെക്ട്സ് മനസ്സിലാക്കാം. എന്നിട്ട് അതിൻ്റെ ഹൗ ടു അപ്ലൈ ഇറ്റ്, വാട്ട് ഇസ് ദ പ്രോബ്ലം ഫോർ അപ്ലൈയിങ് ഇറ്റ്, ഓൾ ആർ സപ്പോസ് ടു ടേക്ക് ഇൻട്രസ്റ്റ് ടു അപ്ലൈ ഇറ്റ്, അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. I think those who are attending this session is very well clear about the plea bargain. In criminal law system, it is the duty of the court to punish a person. If a case is instituted or the police report has come and already a criminal case is filed, according to the evidence produced before the court is punishing a person. So, തെളിവുകളാണ് അവിടെ. നമ്മൾ ഇവിടുത്തെ പറയുന്നത്, if it is a minor offense or small offense, it is not so grave. Why to send a person for such a punishment, or why to give such sufferings? Because it will take a lot of time to get the case decided. വർഷങ്ങളെടുത്ത് നമുക്കറിയാം, കോടിക്കണക്കിന് കേസുകളാണ് പെൻഡിങ് ബിഫോർ ദ കോർട്സ് ഇൻ ഇന്ത്യ. ക്രിമിനൽ കേസിന് എത്രയോ കേസുകൾ. മെനി ആർ ഇൻ ദ ജയിൽസ് ആസ് അണ്ടർ ട്രയൽസ്. മെനി criminal cases are in the courts with appeals. അപ്പം അപ്പീലിന്റെ മുകളിൽ അപ്പീലും കേസുകളുമായിട്ട് എത്രയോ so much of expenditure, so much of spending of money. Finally, nobody is winning. Everybody fails because they lose their time, they lose their money, they are not satisfied with the final decision. So what to do with that? First of all, we must reduce the docket explosion. So much of cases. ഇതെങ്ങനെ കുറയ്ക്കാം? ഒന്ന്, നമുക്ക് ഇത്രയേ ഉള്ളൂ, ഒരു നല്ല സമൂഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒഫൻസസ് ഒക്കെ കുറയ്ക്കാം. പക്ഷെ എവരി സൊസൈറ്റി ദർ ഈസ്, നമ്മൾ പറയാമല്ലോ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും പ്രോബ്ലംസും ഒക്കെ എവരിവെയർ, കോൺഫ്ലിക്ട്സ് ആർ എവരിവെയർ. ഹൗ ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്, ഹൗ ടു റിസോൾവ് ദ ഡിസ്പ്യൂട്ട്, ഹൗ ടു അഡ്രസ് ദ പ്രോബ്ലം, അതൊക്കെയാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതിന് നമുക്കൊരു പ്രൊവിഷൻ നമുക്ക് CRPC-യിലുണ്ട്. CRPC-യിൽ പ്ലീ ബാർഗനിങ് ക്രിമിനൽ ലോ ആയിട്ട് ബന്ധപ്പെട്ടത്. ഇത് added in 2005, chapter 21A in CRPC. CRPC chapter 21A 2005 ആഡ് ചെയ്ത്
with effect from 5/7/2006, plea bargaining is added. Actually, it is an alternative method to deal with the criminal cases. So, huge number of criminal cases are pending. It's an alternative method how to dispose the case without much delay. But the person has to admit his plea, or he has to negotiate with the court or prosecution whether the court can reduce the punishment if I accept the plea. നമുക്കറിയാം പ്ലീഡിങ് ഗിൽറ്റി എന്നൊരു സാധനമുണ്ട്. പ്ലീഡിങ് ഗിൽറ്റി നമുക്ക് ഓൾറെഡി 240 ഒക്കെ പറയുന്നുണ്ട്. 228 സെഷൻ ട്രയലിലും 240 വാറന്റ് ട്രയലിലും ബിഫോർ ദ ട്രയൽ സ്റ്റാർട്ട് ദ ജഡ്ജ് read out the charge sheet to the person. ചാർജ് ഷീറ്റ് വായിച്ചു കൊടുക്കുന്നു. ആൻഡ് ജഡ്ജ് ഈസ് ആസ്കിങ്, നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? Once he accepts, he will be punished. അത് സെക്ഷൻ 228 ഓഫ് CRPC-ലും 240 CRPC-ലും പറയുന്നുണ്ട് വാറന്റ് കേസിലൊക്കെ. പിന്നെ ഇത് കൂടാതെ നമുക്ക് the system which is following at present in India is reformative theories of punishment. All are knowing the reformative theory of punishment. Earlier നമുക്ക് retributive theory, return theory ഒക്കെ part of it ഉണ്ടായിരുന്നു. eye for an eye, tooth for a tooth, retributive theory and all we were applying. Now we have come to the level of a reformative theory, the person to be reformed. The reformative theory says that no person is born as a criminal. Every person is, at the time of birth, every child is very cute, lovable child. But how he became a criminal? Society also responsible for the criminality of the person. You see, when a child is born, there is no one to look after him. He is orphan. He is undergoing child abuse. He is undergoing child labor. He became a wandering child. He became a street child. There is no one to give education. There is no one to give food. In such condition, a child may commit a wrong. Then, if there is no proper measure for correcting him, there is no proper measure for giving him what is required for his life, his behavior may deviate. അവൻ്റെ സ്വഭാവം മാറിപ്പോവാം. അവൻ പിന്നെ ജീവിക്കാൻ വേണ്ടി അങ്ങനത്തെ മാർഗങ്ങൾ അവലംബിക്കാം. അവിടെയാണ് നമ്മുടെ രാജ്യത്ത് ഭയങ്കരമായ ഒരു ചേഞ്ച് വന്നിട്ട് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് കൊണ്ടുവന്നിട്ട് the responsibility of looking after a child who is unattended or who is orphan, who is wandering, who is exploited, by giving proper care. അവിടെയാണ് നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട്. ഏർലിയർ നമുക്കറിയാം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് has come for punishing the juvenile offenders. Now we cannot call the child who is suspected in a crime as juvenile offender. Child in conflict with the law, we can call him also. So, because he is not able to cope up with the law. The situation is such. So, why I say this, സൊസൈറ്റിയുടെ ഒരു വലിയ റോളുണ്ട്. ഒരാൾ ക്രിമിനൽ ആവുന്നതിന് സൊസൈറ്റി ആൾസോ കോൺട്രിബ്യൂട്ട്. വി ആൾസോ കോൺട്രിബ്യൂട്ട്. നമ്മുടെ റോളും അതിലുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കൊരു പേഴ്സണെ മാറ്റിയെടുക്കാൻ പറ്റും? സോ റിഫോർമേറ്റീവ് തിയറി നമ്മൾ അപ്ലൈ ചെയ്തു. റിഫോർമേറ്റീവ് തിയറിയുടെ പാർട്ടായിട്ട് 1958 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 കൊണ്ടുവന്നു. ഫസ്റ്റ് ടൈം ഒഫൻഡർ അല്ലെങ്കിൽ ബിലോ 21 years to be admonished, or he may be sent under a probation officer to monitor how he is in the society. Instead of sending him to jail, he will be under a probation officer, so supervision or monitoring under a probation officer. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരാളെ റിഫോം ചെയ്യാൻ പറ്റും. So how to reform a person, how to make a person useful to the society instead of sending him to jail. ഇപ്പൊ ജയിൽ പോലും നമുക്കറിയാം, earlier days jail is known as a center for punishing a person, or a punished person is sent to jail and he is undergoing certain sufferings. നമുക്കിപ്പോൾ അത് മാറിയിട്ട് jails are correctional centers. To give correctional treatment in the jail, it should be given proper education, proper awareness, proper food, proper accommodation, proper cloth, or whatever a person, human being need, is minimum basic necessities to be given, because he's a human being. Let it be inside the prison. Even inside the prison, V.R. Krishna rightly said in Sunil Batra case, a person behind the bar is also a human being. He also has the human rights and all other rights that has to be protected. Is the duty of each and every person, each and every official, each and every authority. So even behind the bar or inside the jail, a person is a human being. So how to look after this? So if you're correcting a person, it will be useful to the society. Think it of when a person is punished for committing a crime, two families are affected.
a person who committed a crime to other person. The person who is affected with the crime and his family is suffering. At the same time, a person who committed the crime is sent to jail and his family is suffering. By the wrong act of a person, two families are suffering. If we can avoid this wrong act, we can make some correction in that, we can save two families. So to bring better social order, better social life, better social interaction, to maintain peace and tranquility, you have to reduce the crime. We have to give awareness to the people. We have to bring the person, those who are deviant, in a right path by giving correctional treatment. For that purpose, the government has taken a lot of measures, many measures. അത് കാലാകാലങ്ങളിൽ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളിലൂടെയൊക്കെ നടത്തി അവർ വാട്ട് ആർ ദ ചേഞ്ചസ് ടു ബി ബ്രോട്ട് ഇൻ ദാറ്റ്. ആ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്കറിയാം, ഇപ്പൊ തന്നെ പേഴ്സൺ ഹു ഈസ് കമ്മിറ്റഡ് എ ക്രൈം, even after decided by the Supreme Court, a person has a right to go for pardon before the President of India or before the governor. Constitutional provisions are their pardoning power. Article 72 and Article 161 very clearly says about the pardoning power. In any offense, the President can pardon a person. Governor can pardon a person. Constitutional provisions are there. Not only that, even our criminal law, there are provisions there in the criminal law. നമുക്കറിയാം, ക്രിമിനൽ ലോയിൽ CRPC തന്നെ പ്രൊവിഷൻസ് ഉണ്ട്. എ പേഴ്സൺ ഹു ഈസ് കമ്മിറ്റിംഗ് എ റോങ് is punished by the court. അത് പണിഷ് ചെയ്യാൻ തന്നെ the appropriate government may commit the punishment to some other punishment. Section 432, Section 433, Section 434, 35 all says about suspension, remission and commutation of punishment by the states. Even after punishing, state can take such a measure. IPC provisions are there. Section 54, Section 55, Section 57. From death penalty, the state can commute it to the life imprisonment. From life imprisonment, it can be commuted to other punishments. So there are provisions in the criminal law earlier also. Instead of sending and punishing a person who deserve it, there are some mitigating factors. To find out the mitigating factors, even our criminal law, there is provision before awarding sentence. When a person is found guilty, before awarding sentence, the court has to inquire about the punishment on the person. This is a provision in session trial, section 235(2). This is known as pre-sentence inquiry or pre-sentence report or pre-sentence hearing. Very clearly says, already a trial is conducted by the court and through evidences, the court has finally come to the conclusion that this person has committed an offense and court is declared. നമുക്കറിയാം, ഇപ്പൊ തന്നെ കുറ്റക്കാരെന്ന് കണ്ട് ശിക്ഷ വിധിക്കാൻ മാറ്റി വെച്ചിരിക്കുന്നു. എന്തിനാ ശിക്ഷ വിധിക്കാൻ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഡ്ജ് ഹാസ് ടു ഗോ ഓൺ ത്രൂ ആഫ്റ്റർ ഹിയറിംഗ് ദ പേഴ്സൺ ഓൺലി. ഇറ്റ് ഇസ് മാൻഡറ്ററി പ്രൊവിഷൻ. ഇത് വളരെ മാൻഡറ്ററി ആണ്. നമുക്കറിയാം, ഒരു ജനറൽ വൈദ്യ കേസിൽ, അത് ഇന്ദിരാഗാന്ധി കില്ലിംഗ് കേസിൽ ജനറൽ വൈദ്യയെ സുഖ്ദേവ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, ആ കേസിൽ the persons who were involved in that crime, they are found guilty. അവർക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്ന സമയം they found guilty in that crime. Before awarding the sentence, court asked them, do you have anything to say? They said, we are proud of what we have done. അവർക്ക് ഒരു ഗിൽറ്റിനെസ് തോന്നില്ല. അവർ പറഞ്ഞു, we are proud of what we have done. The same day the sentence was awarded. അപ്പൊ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്തു സുപ്രീം കോടതിയിൽ, how whether the court can award a person without hearing. പറഞ്ഞു, ആൾറെഡി they have nothing to say. പല കേസിലും നമുക്കറിയാം, പ്രീ സെന്റൻസ് എൻക്വയറി നടത്താതിരുന്നാൽ again the case has to come for trial. Initial trial വേണ്ട, ഈ പ്രീ സെന്റൻസ് ഹിയറിംഗ് നടത്തിയാലേ. ബട്ട് ദർ ഇസ് എ മാൻഡറ്ററി പ്രൊവിഷൻ 235(2) and 248 CRPC പറയുന്നുണ്ട്. That is in warrant trial and session trial. So before awarding the punishment, judge has to consider the criminal record of the offender, the age of the offender, the employment of the offender, the educational background of the offender, the home life of the offender, the sobriety and social adjustment of the person, and then all other aspects then can be gone through. For that purpose only pre-sentence inquiry or pre-sentence ഇതുപോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് to be brought before the judge. Thereby he can take a lenient view. എത്രത്തോളം പണിഷ്മെന്റ് കുറച്ച് കൊടുക്കാൻ പറ്റുമോ അത് ചെയ്യാം. അതിൽ എത്രത്തോളം ജഡ്ജിന് ഇൻവോൾവ് ചെയ്യാൻ പറയുന്നതൊക്കെ ചെയ്യാൻ വേണ്ടി അത് വച്ചിട്ടുള്ളത് അതുപോലും ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ
ഈ റിഫോർമേറ്റീവ് തിയറിയുടെ പാർട്ടായിട്ട് ഇപ്പോൾ നമ്മൾ പ്ലീ ബാർഗെയിനിങ് കൊണ്ടുവന്നു. നോട്ട് ഓൺലി റിഫോർമേറ്റീവ് തിയറിയുടെ പാർട്ടാണ്. അതോടൊപ്പം തന്നെ ടു റെഡ്യൂസ് ദ പെൻഡിങ് കേസസ്. ലോട്ട് മെനി കേസസ് ആർ പെൻഡിങ്. ലോട്ട് മെനി പേഴ്സൺസ് ആർ ഇൻ ദ ജയിൽസ് ആസ് അണ്ടർ ട്രയൽസ്. വാട്ട് ടു ഡു അതിൻ്റെ ചിന്തയിലാണ് നമുക്ക് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. പ്രൊവിഷൻ ഇൻ 360 CRPCയിൽ പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്മോണിഷ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫ് ഗുഡ് കോണ്ടക്റ്റിന് വിടാം. ദെൻ കോമ്പൻസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, വിക്ടിംസ് കോമ്പൻസേഷൻ 357 357A 357B ഒക്കെ. അപ്പൊ ഇവിടെയൊക്കെ പറയുന്നത് എന്താ? The justice to be given and the person should feel that I got justice. The ultimate purpose, what is justice? The person will get satisfaction out of it. A person is running from court to court, authority to authority, person to person for justice. So how to impart justice to a person? അതിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്ലീ ബാർഗെയിൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ആഡഡ് ഇൻ ദ സെക്ഷൻ 265 in 2005 as section 65 capital A to capital N. അതിൽ കൃത്യമായും ലോ കമ്മീഷൻ 142 റിപ്പോർട്ടിൽ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഈ കൺസെഷണൽ ട്രീറ്റ്മെന്റ് ടു ബി ഗിവൺ. ആ കൺസെഷണൽ ട്രീറ്റ്മെന്റ് ഈസ് റിക്വയർഡ്. അപ്പോൾ അത് വോളണ്ടറി ആയിരിക്കണം. ആ വോളണ്ടിയർനെസ് ടു ബി അഷ്യൂർഡ്. അപ്പോൾ പ്ലീഡിങ് ഗിൽറ്റിയും പ്ലേ ബാർഗെയിനിങ് entirely different ആണ്. പ്ലീഡിങ് ഗിൽറ്റി when a person is brought before the court, before starting the trial, the judge is read over the charge sheet to him and asking whether he is accepting his guilt or not. That is pleading guilty. If he is accepting, he can be punished. If he is not accepting, trial can be started. That is pleading guilty. That is 228 and 240 says about that. Plea bargaining is nothing but it is plea discussion. In USA NLT taught the doctrine of nolo contendere. Nolo contendere means nothing but no contest. I am not contesting. I am agreeing whatever I have done and is negotiating for a punishment. So this can be otherwise said as pre-trial negotiations. Pre-trial negotiations between defense and prosecutor. Defense and prosecution, in which the accused agree to plead guilty in exchange of certain concessions guaranteed by the prosecution. So he seeks some concessions from the prosecution. He is already agree with the guiltiness and is negotiating for a lesser punishment. Whatever the punishment said, I am already agreeing. A lesser punishment may be given. So thereby we can give speedy and economic justice. So this can be otherwise said as plea negotiation, plea agreement, plea discussion, or plea bargaining, or nolo contendere. These are the name it is said that. Actually, what is plea bargaining? Plea bargaining means pre-trial negotiations. Pre-trial negotiations. In which stage it can be done? Actually, it should be from the pleading guilty, that period onwards, not after completion of the trial. It should be in the initial stage itself. നമ്മൾ നേരത്തെ രാവിലെ ഞാൻ ബെഞ്ച് സർവേറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻ കേസ് എ പേഴ്സൺ ഓൾറെഡി റിജക്റ്റിംഗ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലീഡിംഗ് ഗിൽറ്റി ഈസ് റിജക്റ്റിംഗ് ആൻഡ് ട്രയൽ ഈസ് ഗോയിങ് ഓൺ, ക്യാൻ ഹി അഗെയിൻ സേ യെസ് സപ്പോസ് ടു ബി യു ക്യാൻ ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ പ്രീ ബാർഗെയിൻ കൊടുക്കാൻ പറ്റണം. സ്പെസിഫിക്കലി അങ്ങനെ ഒന്നും 265 പറഞ്ഞിട്ടില്ലെങ്കിലും പോലും അറ്റ് എനി സ്റ്റേജ് ഡ്യൂറിംഗ് ദ ട്രയൽ യു ക്യാൻ പ്ലീഡ് ഗിൽറ്റി, യു ക്യാൻ ഗോ ഫോർ പ്ലീ ബാർഗെയിൻ. സോ നമുക്ക് ഇത്രയും പറയാം. Pre-trial negotiations between accused and the prosecution, during which the accused agrees to plead guilty in exchange for certain concessions. So, he agrees and to plead guilty. Why he plead guilty? Agrees to plead guilty in exchange of certain concessions. Those concessions, which way we can give, that only discussed in 265. പ്ലീഡിംഗ് ഗിൽറ്റി. അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കാം. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ പറയുന്നുണ്ട് ഇൻ വിച്ച് ആർ ദ ഒഫൻസസ് ഇറ്റ് ഈസ് അപ്ലൈഡ് എക്സെപ്റ്റ് ഡെത്ത് പെനാൽറ്റി. ഡെത്ത് പെനാൽറ്റി വി കനോട്ട് ഗോ ഫോർ പ്ലീ ബാർഗെയിൻ, ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് വി കനോട്ട് ഗോ ഫോർ ദാറ്റ്, ഓർ ഒഫൻസസ് പണിഷബിൾ ദറ്റ് ഈസ് എക്സീഡിംഗ് 7 years ആർ നോട്ട് ഫിറ്റ് ഫോർ പ്ലീ ബാർഗെയിൻ. അപ്പോൾ ദീസ് ആർ മെയിൻലി സെഡ് ഇൻ 265A, അതായത് ഡെത്ത് പെനാൽറ്റി,
imprisonment for life, or punishment exceeding 7 years. Then, other circumstances, the socio-economic offenses affecting the country, plea bargaining is not permitted. Or crime against women, plea bargaining is not accepted. Or against the child below 14 years of age, plea bargaining is not permitted. So, Juvenile Justice Act the child means 18 years. Offense against the children below 14 years, plea bargaining is not permitted. Then accused is previously convicted, he cannot go for plea bargain. Then a habitual offender cannot go for plea bargain. അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം 8ഓളം കാറ്റഗറി: ഡെത്ത് പെനാൽറ്റി, ലൈഫ് ഇംപ്രിസൺമെന്റ്, above 7 years, സോഷ്യോ എക്കണോമിക് ഒഫൻസസ്. ഈ സോഷ്യോ എക്കണോമിക് ഒഫൻസസ് എങ്ങനെ ഡിസൈഡ് ചെയ്യും? ദാറ്റ് ഈസ് ആൾറെഡി determined by central government by issuing notification. What are the offenses coming under socio-economic offenses? So, crime against women, crime against children below 14 years, accused are not previously convicted or not a habitual offender. In this 8th category, plea bargaining is not allowed. Okay. എങ്ങനെ പ്ലീ ബാർഗനിങ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കബിലിറ്റി നമ്മൾ പറഞ്ഞു. ദീസ് ആർ ദ കാറ്റഗറി ഓഫ് ഒഫൻസസ് പ്ലീ ബാർഗനിങ് ഈസ് നോട്ട് അലൗഡ്. പിന്നെ സെക്ഷൻ 265B ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പറയുന്നത്. ഇനിഷ്യലി ദ അക്യൂസ്ഡ് ഹാസ് ടു ഫയൽ ആൻ ആപ്ലിക്കേഷൻ ബിഫോർ ദ കോർട്ട് ഇൻ വിച്ച് ഈസ് ഒഫൻസ് ഈസ് പെൻഡിങ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. ആ ആപ്ലിക്കേഷൻ ഈസ് അക്കമ്പനീഡ് വിത്ത് ആൻ അഫിഡവിറ്റ്. കൃത്യമായും പറയുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ മാത്രം പോരാ, an application accompanied with an affidavit sworn by the accused stating that, എന്താണ് stating that? കൃത്യമായും പറയുന്നുണ്ട്, in this he has not previously convicted by the court. He has not previously convicted by the court in a case. And the affidavit is on by nature and the extent of punishment provided under the law for the offenses. I know what I am doing. I am voluntarily coming before the court. I know the extent and the nature of punishment. If I am agreeing this, the court is going to award. So, person gives an affidavit along with the application, says that I know the nature and the extent of the punishment. Voluntarily, I am submitting this application and I am not previously convicted. An affidavit to be given. So, that affidavit is there. Accused stating that he has voluntarily preferred after understanding the nature and extent of punishment and is not previously convicted. Affidavit is filing before the court. Then this way. നമുക്കറിയാം അഫിഡവിറ്റ് എന്ന് പറയുമ്പോൾ ഇത് 2 ടൈപ്പിലുള്ള ഒഫൻസ് വരുന്നുണ്ട്. ഒന്ന് പോലീസ് റിപ്പോർട്ടിന്മേൽ വരുന്നുണ്ട്. ദ ഒഫൻസസ് വിച്ച് ആർ സബ്മിറ്റഡ് ബിഫോർ ദ കോർട്ട് അണ്ടർ 173. ഇതല്ലാതെ കംപ്ലൈന്റ് ഫൈൽഡ് ബൈ ദ പേഴ്സൺ. 2 നേച്ചറിലായാലും a person can go for plea bargain before the court. And if the court is satisfied, satisfy ചെയ്യണമെങ്കിൽ എന്ത് വേണം? The person to be heard. വളരെ കൃത്യമായും പറയുന്നുണ്ട്, court has to make sure that this person has come voluntarily. For that purpose, he is examined in camera proceedings. Judge ഇയാളെ പ്രൈവറ്റായി ചേംബറിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കേൾക്കുന്നു. Whether he is voluntarily done. 265B clause 4 പറയുന്നുണ്ട്. When the public prosecutor the complaint of the case as the case may be and the accused appear on the date fixed for hearing, after application the date will be fixed, notice will be sent to the prosecutor, to the accused, to the complainant. Afterwards, the court shall examine the accused. The court shall examine the accused in camera. The person who is submitting the application, that is accused, is normally submitting the application along with the affidavit. He should be examined in camera, where the other party in the case shall not present to satisfy itself the accused has filed the application voluntarily and where. അപ്പോൾ ഇവിടെ first of all the court has to assure the voluntariness of the party, whether he is voluntarily submitted or not. That has to be assured. അപ്പോൾ നമുക്കറിയാം ഇത് ആരൊക്കെ ഇൻവോൾവ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the prosecutor, the police officer who investigated the crime, the complainant of the crime, and the accused was committed the offense. ഇവിടെ accused to be examined in camera proceeding and the court must make sure that he has voluntarily submit the application. അപ്പോൾ ഇതെല്ലാം ഉറപ്പാക്കിയതിനു ശേഷം court has to call the parties, fix a date. On the date, the public prosecutor, the complainant, the accused and the officer, investigation officer present
So the court is satisfied the application has been filed by the accused voluntarily. It shall provide time to the public prosecutor or the complainant of the case, as the case may be, and the accused to work out a mutually satisfactory disposition of the case. May include giving the victim by accused a compensation under. ഇവിടെയാണ് നമുക്ക് ഡിസ്കഷൻ നടത്തേണ്ട സംഗതി. പ്ലേ ബാർഗൈനിങ്ങിൽ ദ പ്രോസിക്യൂട്ടർ ഇസ് ഡിസ്കസിംഗ് വിത്ത് ദ അക്യൂസ്ഡ്. അതിന്റെ കോമ്പൻസേഷൻ നമുക്കറിയാലോ. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് adequate compensation. For plea bargaining, we are giving lesser punishment to the accused. At the same time, the victim also to be satisfied. A satisfaction എന്ന് പറയുമ്പോൾ the person's whatever the loss sustained to him, that has to be adequately given to him. He must get that whatever the loss sustained. He must get that compensation. So court must make sure that the person is the victim also. We already victim compensation scheme is made. If the person, sometimes the person may not be able to give the compensation, what may be the remedy? State has to come forward. Victim compensation is the scheme is there. Kerala Victim Compensation 2014 that has been amended. 2017 the amended provision has been brought. Already 357 AB says about victim compensation. So at the time of giving plea bargaining, the authority, that is prosecution, must make sure that the victim is adequately compensated and victim is satisfied with that. A satisfaction വേണമെന്നുണ്ടെങ്കിൽ victim must feel that I got justice. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് മിനിമം പണിഷ്മെന്റ് അവാർഡ് ചെയ്യാം. Otherwise, if the compensation is sufficient, that can be. The law says, in addition to the compensation, the punishment to be given. The minimum punishment which is prescribed, നമുക്ക് പറയുന്നുണ്ട് 255. The procedure is mandatory. The procedure to be followed as per the procedure established by that is mandatory in the provisions. The court is satisfied that application has been filed by the accused voluntarily. It shall provide time to the public prosecutor or the complainant of the case as the case may be, and the accused to work out mutually satisfactory disposition of the case, and which may include giving the victim by accused the compensation and other expenses during the case, and thereafter fix the date for further hearing of the case. In case the court finds that the application has been filed involuntary, in camera proceedings, if the court came to know that it is not voluntary, it is involuntarily, then the court in such case which he has been charged, the same offense, it shall proceed further with accordance with the provisions of the court. എവിടെ നിന്നാണോ ആപ്ലിക്കേഷൻ വന്ന് അവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂ കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ ഒന്ന് വോളണ്ടിയർനെസ് ഇസ് മസ്റ്റ്. ഇനി വാട്ട് ഈസ് ദാറ്റ്, ഹൗ ദ മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ഡിസ്പോസിഷൻ എങ്ങനെ കൊണ്ടുവരാം, ആ ഗൈഡ് ലൈൻസ് ആണ് സെക്ഷൻ 265 സിയിൽ പറയുന്നത്. അപ്പോൾ the ആപ്ലിക്കേഷൻ പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഗൈഡ് ലൈൻസ് 365 കറക്റ്റ് പ്രൊസീജിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പ്രൊസീജിയറിൽ പറയുന്നുണ്ട്, in working out a mutually satisfactory disposition under this clause, A or subclause 4 of section 265B, നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ ഒരു മ്യൂച്വലി ഇത് കൊണ്ടുവരാം. The case constituted by police റിപ്പോർട്ടിലാണെങ്കിൽ the court shall issue notice to the public prosecutor, the police officer who has investigated the crime, the accused and the victim of the case to participate in meeting to work out a satisfactory disposition of the case. 4 parties are there: the prosecutor, the police officer, the who investigated the crime, the accused and the victim. Then throughout this process of working out a satisfactory disposition of the case, it shall be the duty of the court to ensure that the entire process is completed voluntarily. Even again, an assurance is said. Law says that court has to make sure that these parties discuss the matter in such a way that the voluntariness of the accused. But our voluntariness എന്ന് പറയുന്നത് വളരെയാണ്. The process is completed voluntarily. Make sure that the accused may, if so desire, participate such meeting with his pleader. ഇവിടെ നമുക്ക് ഒരു ഇതുള്ളത്, in case of police report, the accused may, if he so desire, participate in such a meeting with his pleader. Accused മാത്രമേ പ്ലീഡറിനെ പറ്റി പറയുന്നുള്ളൂ, കംപ്ലൈന്റിന്റെ പ്ലീഡറിനെ പറ്റി പറയുന്നില്ല. ആക്ച്വലി ഈ സർക്കംസ്റ്റാൻസിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഡിസ്കഷനിൽ പോലീസ് റിപ്പോർട്ട്
the accused and മാറ്റിയേ പറയുന്നുള്ളൂ. The police report, the victims council, it is not seen that authorized participation എന്ന് പറയുന്നത് കൗൺസിലിന് അക്യൂസിന്റെ കൗൺസിലിനെ കൊണ്ടുവരാം, പക്ഷെ കംപ്ലൈന്റ് കൗൺസിലിനെ പറ്റി അവിടെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ അതുകൂടെ നമുക്ക് ഒരു ചെറിയൊരു പോരായ്മയുണ്ട്. പക്ഷെ പോലീസ് റിപ്പോർട്ട് അല്ലാത്തതാണെങ്കിൽ, ഇൻ കേസ് കേസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതർവൈസ് ദാൻ ഓൺ പോലീസ് റിപ്പോർട്ട്, നമുക്ക് കംപ്ലൈന്റ് മുകളിലാണെങ്കിൽ, ദ കോർട്ട് ഷാൽ ഇഷ്യൂ നോട്ടീസ് ടു ദ അക്യൂസ്, ദ വിക്ടിം of the case and participate in the meeting to work out a satisfactory solution. It shall be the duty of the court to ensure throughout the process working voluntarily. In addition, victim of the case or the accused as the case may be so desire, he may participate in such a meeting with his pleader. ഇവിടെ അക്യൂസിനും വിക്ടിമിനും പ്ലീഡറെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്, they want, they can take the assistance of a pleader in such a meeting. But in the case of police report, the pleader of the complainant is not said. Why they might have not said? The prosecutor has to take care of the, or in the interest of the victim will be protected by the prosecutor എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാവാം ഇൻ കേസ് ഓഫ് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പ്രോസിക്യൂഷൻ, പ്രോസിക്യൂട്ടറും പോലീസ് ഓഫീസറും എടുത്ത് പ്ലീഡറുടെ കാര്യം അവിടെ ഓൾറെഡി അക്യൂസിന്റെ പ്ലീഡറെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കംപ്ലൈന്റിന്റെ പ്ലീഡറെ പറ്റി പറയാതിരിക്കുന്നത്. പക്ഷെ അത് രണ്ടിലും ആവാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എന്നിവേ, അപ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായി അപ്പോൾ ചെയ്ത് പാർട്ടീസ് ആർ സിറ്റിംഗ്, ഫൈനലി ദേ കം ടു എ മ്യൂച്വലി അക്സെപ്റ്റബിൾ സാറ്റിസ്ഫാക്ടറി ഡിസ്പോസിഷൻ. Once they come to that, a report to be submitted. That 265D യിൽ പറയുന്നത്, when a mutually acceptable and satisfactory agreement between the parties has come, പിന്നെ നമുക്ക് ഒരു report to be submitted. A satisfactory disposition of the case has been worked out. The court shall prepare a report of such disposition, which shall be signed by the presiding officer of the court and all other persons who participated in the meeting. And if so, if no such a disposition has been worked out, court shall record such observation and proceed further. But once it has come a satisfactory disposition, all the parties present should sign. നമ്മൾ ഇപ്പോഴത്തെ ADR ഒക്കെ ചെയ്യുമ്പോൾ തന്നെയാണ്, ഈവൻ in mediation and conciliation, the compoundable cases are referred. In compoundable cases, they are discussing with the parties. Finally, if they are coming to a mutually acceptable settlement, settlement is made and settlement is sent to the court. Even compoundable criminal cases, that is referred for mediation and conciliation. അതുപോലെ നമുക്ക് ഇവിടെ ഈ പ്രീ ബാർഗനിങ്ങിൽ റിപ്പോർട്ട് ഈസ് മെയ്ഡ്. അവിടെ ടോട്ടലി നമ്മൾ പറയും പോലെ മീഡിയേഷനിലും കൺസീലിയേഷനിലും ഒക്കെ പാർട്ടീസ് എഗ്രി ആൻഡ് ദാറ്റ് വിൽ ബി എ സെറ്റിൽമെന്റ് എഗ്രിമെന്റ്. ഇവിടെ നമുക്കറിയാലോ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോസിക്യൂട്ടർ, പോലീസ് ഓഫീസർ, അക്യൂസ്ഡ്, കംപ്ലൈനന്റ്. Then complainant victim. They comes, they discuss, finally that report is given. That report is signed by the presiding officer and the parties who took part in that. How the disposal is done. The disposal is done in 25E. 25E വളരെ കൃത്യമായ ഡിസ്പോസൽ പറയുന്നുണ്ട്, ഹൗ ടു ഡിസ്പോസ്. ആ ഡിസ്പോസലിൽ കൃത്യമായി the report is submitted. The court shall award the compensation if the parties, the complainant agreed and the accuser is ready for compensation. Compensation can be asked to pay to the complainant by the accuser. In addition that, after complaining, he can be sent for probation of good conduct or admonished under section 360 of CRPC. 360 പറയുന്നുണ്ട്. Otherwise, as per the Probation of Offenders Act, അനുസരിച്ച് he can be sent under a probation officer. After hearing the parties, if the court is of the view that section 360 or the provision of Probation of Offenders Act or any other law for the time being in force are attracted in case, the accused, it may be release the accused on probation or provide benefit of any such law as the case may be. If under Probation of Offenders Act or section 360 or any other law, that benefit to be given to the accused. If after hearing the parties under this, the court finds that minimum punishment has been provided, in case for such offenses the minimum punishment is provided, then what to do? After this all compensation and other discussion, if the minimum punishment is prescribed, 265 minimum punishment is 65 minimum punishment is prescribed, half of the minimum punishment can be awarded. The court can award half of such minimum punishment. If it is 2 year, 1 year punishment. If it is 3 year, 1.5 year, like that, minimum punishment is provided, half of it.
In case after hearing the parties, the court finds that the offenses committed by the accused is not covered under any of these. നമുക്ക് പ്രൊബേഷൻ അയക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിനിമം പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇൻ ദോസ് കേസസ് the court may sentence the accused 1/4 of the punishment provided or extendable as the case may. അപ്പോൾ 1/4 of the punishment കൊടുക്കുക. കോടതി പല കേസിലും പറഞ്ഞിട്ടുണ്ട്, while awarding the punishment, court has to see that mitigating factors ഒക്കെ നോക്കിയിട്ട് as per the procedure ചെയ്യണം. കൃത്യമായി അവിടെ പറഞ്ഞപ്പോൾ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അനുസരിച്ച് പേഴ്സൺ വേണമെങ്കിൽ under the supervision of a probation officer can be sent, admonition, a good conduct, or minimum punishment half the punishment. If that is not set, 1/4 of the punishment set is the law. Whatever that is the punishment, or what is the procedure after getting the report and parties are agreed, plea bargaining ഇത് നടപ്പാക്കുക. അവിടെയാണ് നമ്മൾ എക്സിക്യൂഷന്റെ കാര്യത്തിൽ പറയുന്നത്. ഡിസ്പോസൽ ഓഫ് ദ കേസ്, ഹൗ ദ കേസ് ക്യാൻ ബി ഡിസ്പോസൽ. The court shall deliver the judgment in terms of section 23 in the open court. അത് ഓപ്പൺ കോർട്ടിൽ തന്നെയായിരിക്കണം ഡെലിവറി ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ളത്, what is the effect of this judgment? There is no appeal from that because parties are mutually accepted the conditions. Plea bargaining, there is no appeal at all. ഇനി എപ്പോഴാ പോകാൻ പറ്റുന്നത് വേണമെങ്കിൽ പോകാം, അതും പറയുന്നുണ്ട്. ഫൈനാലിറ്റി, ജഡ്ജ്മെന്റ് ഫൈനാലിറ്റി ആണ്. The judgment delivered by the court under this section shall be final and no appeal. എപ്പോ അപ്പീൽ പോവാം? എക്സെപ്റ്റ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ അണ്ടർ 136. സുപ്രീം കോർട്ടിൽ പോലുള്ള പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 136 അനുസരിച്ച് മാറ്റർ വിച്ച് ഇസ് ഡിസൈഡഡ് ബൈ എനി ഫോറം, എനി അതോറിറ്റി, എനി കോർട്ട് ഓർ എനി ട്രിബ്യൂണൽ, ദേ ക്യാൻ പ്രിഫർ ആൻ അപ്പീൽ അണ്ടർ 136. അത് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആണ്, അപ്പീൽ അല്ല. ആഫ്റ്റർ ഇഫ് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ദാറ്റ് വിൽ ബിക്കം എ സ്പെഷ്യൽ ലീവ് അപ്പീൽ, SLA. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ വേണമെങ്കിൽ ഫയൽ ചെയ്യാം. അതർവൈസ് റിട്ട് പെറ്റീഷൻ അണ്ടർ ആർട്ടിക്കിൾ 226 and 227, അത് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ 227. അപ്പം there is no appeal. റെമഡി പറയുന്നത്, രണ്ട് റെമഡി പറയുന്നുണ്ട്. അണ്ടർ 136 സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ക്യാൻ പ്രിഫർ ബിഫോർ ദ സുപ്രീം കോർട്ട് ഓർ റിട്ട് അണ്ടർ 226 and 227. ഇതാണ് അതിൽ പറയുന്നത്. ഇനി ഇത് കൂടാതെ ഇഫ് റിഗാർഡിംഗ് അണ്ടർ ട്രയൽസ്, ഈ അണ്ടർ ട്രയൽസിന്റെ കാര്യത്തിലാണെങ്കിലോ, whatever the period a person underwent in the jail, that can be set off ചെയ്യാനുള്ള പ്രൊവിഷൻ 265 പറയുന്നുണ്ട്. 428 CRPC പറയുന്ന a setting off the period of detention undergone by the accused against the sentence of imprisonment imposed on. അത് കൃത്യമായി പറയുന്നത്. അപ്പോൾ whatever the period, അപ്പോൾ plea bargaining കഴിഞ്ഞപ്പോൾ already a person has been given the benefit of plea bargaining. If the court found that this many period the person underwent in the prison, so that period can be setting off, a set off ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായി പ്ലീ ബാർഗനിങ്ങിന്റെ കാര്യത്തിൽ ഇത് വളരെ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പീപ്പിൾ ആർ നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്, ദാറ്റ് മച്ച് അവയർനെസ് ഈസ് നോട്ട് ദെയർ. പിന്നെ ഈ ഒഫീഷ്യൽസിനോ അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പാക്കുന്ന കോടതിക്കോ കുറച്ചും കൂടെ നമ്മൾ അവയർനെസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ അവയർനെസ് അവിടെയും കിട്ടിയിട്ടില്ല. പിന്നെ ട്രയൽ കോർട്ടിൽ ജഡ്ജ് അഡ്വക്കേറ്റ്സിന്, അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഈ പ്ലീ ബാർഗനിങ്ങിനോട് വാട്ട് വി ആർ ഗെയിനിങ് ആക്ച്വലി, നമുക്ക് എന്താ അൾട്ടിമേറ്റ്ലി വാട്ട് വി ആർ ഗെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഒരു ടു കണ്ടക്ട് എ ട്രയൽ ആൻഡ് ടേക്ക് അപ്പ് എ കേസ് ആൻഡ് ഫൈനലി ഡിസൈഡിങ് ബൈ എ കോർട്ട്. ആഫ്റ്റർ ഡിസിഷൻ ദ പേഴ്സൺ ഗോ ഫോർ അപ്പീൽ, ഇറ്റ് ലൈസ് ഫോർ ഇയേഴ്സ് ടുഗദർ, ഹി ഹാസ് ടു സ്പെൻഡ് മണി ത്രൂ ഔട്ട് ദാറ്റ്. Finally, it will reach up to Supreme Court. 25 years it took. Throughout that period, a person is spending money, engaging an advocate, or spending money for conducting the case. So money can be saved, time can be saved. Because every case, because especially in our country, the number of cases, more than 3.25 crores of cases are pending as on today. 3.25 crores. We are conducting sitting continuously for 30 to 40 years. We may not be able to dispose this number of cases. Such a number of cases are pending before the courts. And how to reduce this docket explosion, we are thinking. For that purpose only we have brought alternative dispute resolution and all. These methods are there. And moreover, many persons undergoing imprisonment as under trials, keeping in the jails, because their cases are not finally heard, because it will take a lot of time. So അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് reduce the expenditure
then save the time, then reduce the crowd in the jail. Any number of persons, small ചെറിയ ഒഫൻസസിന് ജയിലിൽ കിടക്കുന്നുണ്ട്. ഇത് പ്ലീ ബാർഗനിങ്ങിലൂടെ നമുക്ക് കൊണ്ടുവന്നാൽ അവരെ കറക്റ്റീവ് മെഷറിൽ കൊണ്ടുവരാം. They can be sent out of the jail. Thereby we can save the exchequer of the state unnecessary spending money to keep this person, to give them food, accommodation, treatment, awareness, education. Lot of money state is spending. So that can be saved. Then you can reduce the number of pending cases. Moreover, we can reform the person. If the person to be reformed under the probation officer, we can reform the person by giving proper guidelines, proper guidance, proper directions, guidelines. We can reform the same. And another aspect is that the victim is satisfied, he got adequate compensation for that. Whatever loss sustained, he has already got the compensation for that. Moreover, the person is punished, because once the person is punished here, he prefer an appeal. Again, this person has to fight, the victim has to fight for punishing him. Here already, sometimes the punishment may be a minimum period. At least the person who has committed the wrong is punished, thereby the victim is satisfied. 1/4 punishment, or 1/2 punishment is already is undergoing. Thereby assured that the person is punished. And he is getting compensation also. While conducting a trial, there is no surety that the person will be punished or not. That is there. Then adequate. Then moreover, the mental suffering, the mental agony can be reduced. How much is running to get justice? That can be reduced. So these are the advantages. So who all are to be made aware, or the awareness to be given? First, advocates, those who are conducting the criminal trial. These are the plea bargaining. These are the advantages. These are the ways, the cases which are below 7 years can be brought before plea bargain. Thereby your client will be getting a relief. It should be brought known to the advocates. First, we have to give awareness to them, advocates. Then judicial offices, because it's a voluntarily court cannot do that. In many cases, Supreme Court and Bombay High Court also decided. It's not the court cannot come voluntarily. Some person has to apply to the court. Plea bargaining to be application before the court. So moto they cannot do that. So the trial advocate has to put an application for that with an affidavit. So that it should be made known. So judges also to be aware about that. Probation offices, they can play a great role in that. Probation officers. Then jail officials, they only know the persons who are under trials. So they should be made aware about it under trials. Then legal service authority, they are conducting Lokadalat and they are conducting survey and all. Then paralegal volunteers, they are in the police station and they are in the many homes. Paralegal volunteers can play a great role. Police also. So, police, paralegal volunteers, district legal service authority and their officials, jail offices, probation offices, advocates, judicial offices, they all together try. We can find a solution. We can make it in a wide canvas. This plea bargaining can be brought before it. അപ്പോൾ അത് നന്നായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ അവയർനെസ്, ആ ഒരു പ്ലീ ബാർഗൈനിങ്ങിന്റെ ബെനിഫിറ്റ് എന്താണ്, പ്ലീ ബാർഗൈനിങ്ങിലൂടെ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഇത് ചിലർ പറയാം പ്ലീ ബാർഗൈനിങ്ങിലൂടെ നമ്മൾ ജസ്റ്റ് ഗീവിങ് സം റിലീഫ് ടു ദ അക്യൂസ്. നോട്ട് ഓൺലി അക്യൂസ്, to the victim also. Victim is getting compensation and victim is assuring that this person is punished. At least minimum punishment is awarded and there is no appeal, there is no spending of time, there is no spending of much money. So a person, it is a process whereby accused and complainant discuss regarding the punishment. Finally, they come to a stage that their mutually agreed conditions can be brought out through the court. അപ്പോൾ ആ ആസ്പെക്ട്സ് നമുക്കിത് കാണാം. അപ്പോൾ ഇതിലൂടെ വി ആർ എൻഷുറിങ് സ്പീഡി ട്രയൽ. Then uncertainty over the outcome of the criminal case can be reduced because we do not know whether the person will be punished or not. So such uncertainty can be reduced. Then litigation costs can be reduced. Then
to reduce the anxiety of the parties. Both the parties are in anxiety. What will be the outcome of the trial? Whether the person will be punished or not. The person who is accused, what the punishment is going to get. And so much of anxiety. Our social anxiety we reduce. Not only the anxiety of the persons involved, anxiety of the families of those persons, anxiety of the society. Then, moreover, conviction rate, a person who has committed a wrong is convicted. A conviction rate impact on that and help the offenders to make a fresh start in their life. Anyway, the person has committed a wrong, for thereby has already undergone certain sufferings and compensation, and everything has been given. So now whatever happened is happened. We can start a new life. So totally we can give a fresh life to the person. Thereby the chance to a person to get reform. All possibility നമുക്ക് പ്ലീ ബാർഗെയിനിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വേണ്ടത് ഇത് the message to be spread to the society, because there is a provision added for giving benefit to the accused as well as benefit to the victim, and reduce the expenditure of the state and correction of the person. Many benefits are there. It should be made known to the people. By that, we can make a new criminal justice culture. Actually, പുതിയൊരു criminal justice culture ഉണ്ടാവും. Actually, a society with much crime can live peacefully. നമുക്ക് peace and tranquility is the base of everything. അപ്പോൾ ഈ ഒരു സെക്ഷൻ 21A എന്ന് പറയുന്നൊരു ചാപ്റ്റർ ആഡ് ചെയ്തപ്പോൾ ഒരേ ഒരു സെക്ഷനെ പ്ലീ ബാർഗെയിനിങ്ങിലുള്ളൂ. ആ ഒരേ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 265A to 265L, ടോട്ടൽ പ്രൊസീജിയർ. ഇവിടെ ഒന്നുള്ളത് ഏത് സ്റ്റേജിൽ തുടങ്ങണം? ഇത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ തുടങ്ങണം. When a person is charge sheeted and the day the charge sheet is read over to the person, that stage onwards it should start. അപ്പോൾ no need of spending much time in the court എന്നുള്ളത് അവോയ്ഡ്. അപ്പം while charge sheet is read over to the person, പറയുക ഇങ്ങനെ പ്ലീ ബാർഗെയിനിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ സെക്ഷൻ 265 you can make use of it. If you are making use of this, these are the effect of it, these are the things are there. Why not to come voluntarily and accept your guiltness and get the concession in the punishment. ഇതൊരു അവയർനെസ്സിലൂടെ അക്യൂസിന് തോന്നിക്കഴിഞ്ഞാൽ we can make use of this section properly. അപ്പോൾ അതിന് വേണ്ടത് help of the advocates, help of the judicial officers, help of the police officers, help of the probation officers, help of the prison officers. And we can make utilize of the paralegal volunteers. Even law students, they are conducting a survey and all through their NSS camp and all. Because I know Trivandrum Government Law College NSS camp the Logadala they are conducting. They are coming to the village and collecting the data regarding the pending cases and the complaints. In those way, what are the cases pending before the court? What are the offenses charged? This can be made known. ഇപ്പം നമുക്കത് വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് അറിയില്ല. 7 വർഷത്തിനുള്ള ഒഫൻസസ് ആണോ അല്ലാത്ത ഒഫൻസ് ആണോ ഏതാണോ പെൻഡിങ് എന്ന് അറിയില്ല. അപ്പോൾ അത് ടു ഗെറ്റ് ദ ഡേറ്റ ഫ്രം ദ കോർട്ട്, ദ കേസസ് പെൻഡിങ്, ആ ഡേറ്റ അറിയുവാനുള്ള മാർഗം. അപ്പോൾ അത് ലീഗൽ സർവീസ് അതോറിറ്റീസ് ക്യാൻ ഡു ദാറ്റ്. ദ കേസസ് പെൻഡിങ് ബിഫോർ ദ ക്രിമിനൽ കോർട്ട്സ്, വിച്ച് ആർ ദ കേസസ് പ്ലീ ബാർഗെയിനിങ് ക്യാൻ ബി മെയ്ഡ് ആപ്ലിക്കബിൾ. അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇൻഫോം ടു ദ പാർട്ടീസ്. ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ ദാറ്റ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കം. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേസസ് പെൻഡിങ് ബിഫോർ അപ് ടു നമുക്കറിയാം CJM കോർട്ട് വരെ ഉള്ളതിനേ ഉള്ളൂ. ബിലോ 7 years എന്ന് പറയുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട്. അപ്പോൾ മജിസ്ട്രേറ്റ് കോർട്ടുകളിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടുകളിലും പെൻഡിങ് ആയ കേസുകളുടെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ടു ഇൻഫോം ദ പാർട്ടീസ് യുവർ കേസ് ഈസ് പെൻഡിങ്, ദർ ഇസ് എ പ്രൊവിഷൻ ഓഫ് പ്രീ ബാർഗെയിൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. അത് ലീഗൽ സർവീസ് അതോറിറ്റീസും ബാക്കി എല്ലാവരും കൂടെ ചേർന്നൊരു മെഷർ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ബ്രിങ് ദിസ് ബിഫോർ ദ പബ്ലിക്. അല്ലെങ്കിൽ എത്ര കാലം അവർ കിടക്കുക, ഇത് പെൻഡിങ് കിടക്കുന്നു. Finally, the case will be heard after many years. Initially, then we can reduce the docket explosion. We can give a relief to the victim as well as the accused, and we can give a satisfactory disposition of a criminal case. Civil case or a criminal case, it is a satisfactory disposition possible. ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ the awareness to be given to the people, through that we can do that. ഇതാണ് ഇനി നമുക്ക് അങ്ങോട്ട് ഡിസ്കഷൻ ചെയ്യാൻ. നല്ല ഡിസ്കഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊബേഷൻ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്.
jail authorities, jail officers ഉണ്ട്, which way it can be done എന്നുള്ളത് നമ്മളെല്ലാം കൂട്ടായിട്ട് നമുക്കൊരു ഡിസ്കഷൻ കൊണ്ട് നടത്താം. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. I expect we can discuss and finally we can make it a fruitful, successful process, which are actually in sleeping mood. ഈ പ്രോസസ് ഇപ്പോഴും സ്ലീപ്പിംഗ് മൂഡിലാണ്. 265 ഒക്കെ വളരെ റെയർലിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പോലും 2006 വന്ന പ്രൊവിഷൻ ഇപ്പം നമുക്ക് 14 വർഷമായിട്ട് നമ്മൾ നോട്ട് പ്രോപ്പർലി യൂസിങ് ഇറ്റ്. ഇവൻ ഞാൻ പറഞ്ഞില്ലേ, പ്രീ സെന്റൻസ് എൻക്വയറി പോലും വളരെ റയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറ്റക്കാരനെ കൂടി ശിക്ഷ വിധിക്കാൻ മാറ്റി വെച്ചിരിക്കുന്നു. ഇത്രമാത്രം പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ കുറ്റത്തിൽ ശിക്ഷയിൽ ഇളവുണ്ടാകണം, ഒരു സെന്റൻസിലാ പറയുക. അതല്ല, the judge must know the way which a person is brought up, his character, his age, his employment, his social affection, his inclination to the society, every aspect to be. അത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് ശേഷം ഫൈനലി ജഡ്ജ് ടു അതിനാണ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ പേഴ്സൺ അത് പറയുന്നുണ്ട്. ദെൻ ഇമോഷണൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ ഓഫ് ദ പേഴ്സൺ, ഇതൊക്കെ അറിയണം. ഇതൊന്നും ഇപ്പൊ ചെയ്യാറില്ല. കുറ്റക്കാരനെന്ന് കണ്ടു ശിക്ഷ വിധിക്കാൻ എന്തിനാണ് മാറ്റി വെച്ചിരിക്കുന്നത്? ആ മാറ്റി വെച്ചിരിക്കുന്നത് തന്നെ പ്രീ സെന്റൻസ് എൻക്വയറിക്ക് വേണ്ടിയാണ്. അത് മാൻഡറ്ററി പ്രൊവിഷൻ ആയിട്ടാണ്. അപ്പം ബിഫോർ പണിഷിംഗ് എ പേഴ്സൺ, ജഡ്ജ് മസ്റ്റ് ഗോ ത്രൂ ആൻഡ് സീ എനി മിറ്റിഗേറ്റിംഗ് ഫാക്ടർ ഈസ് ദെയർ. അപ്പൊ നമ്മൾ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, പണിഷ് ചെയ്യുന്നതിന് മുമ്പ് വൈ ഹി ഹാസ് കമ്മിറ്റഡ്, വാട്ട് വാസ് ഹിസ് കണ്ടീഷൻ. അതിനാണല്ലോ പണിഷ്മെന്റ് നമുക്ക് അപ് ടു 5 years, എക്സ്റ്റെൻഡ് ടു എ പീരീഡ് ഓഫ് 3 years, എക്സ്റ്റെൻഡ് ടു എ പീരീഡ് ഓഫ് 7 years. ഇത് 10 years തന്നെ കൊടുക്കണമെന്ന് പറയുന്നില്ല. സർട്ടൺ ഒഫൻസസിന് മാത്രമേ പറയുന്നുള്ളൂ. പണിഷ് ഫോർ എ പീരീഡ് ഓഫ് 14 years എന്നൊക്കെ, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ടു എ പീരീഡ് ഓഫ് 10 years, എക്സ്റ്റെൻഡ് ടു എ പീരീഡ് ഓഫ് 6 years, എക്സ്റ്റെൻഡ് ടു എ പീരീഡ് ഓഫ് 5. ആ എക്സ്റ്റെൻഡ് എ പീരീഡ് എന്ന് പറയുന്നിടത്ത് ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ ക്യാൻ ബി യൂസ്ഡ്. നമുക്കറിയാം, ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് മാത്രം, യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം IPCയുടെ എ പ്രൊവിഷൻ ഹാസ് ബീൻ ടേക്കൺ ഔട്ട്. സെക്ഷൻ 303 എന്ന് പറഞ്ഞ സെക്ഷൻ, ദാറ്റ് ഈസ് ദ സിവിയറസ്റ്റ് പണിഷ്മെന്റ് അഡ് ഇൻ IPC. A person undergoing life imprisonment commits a murder inside the prison shall be awarded with death. ആ പ്രൊവിഷൻ IPC എടുത്തു കളഞ്ഞു. മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ ഇല്ല. A person who commit a murder while undergoing life imprisonment shall be awarded with the death penalty. The same offense, if he commit outside, there is a choice. The choice is an option, death or life imprisonment. Section 302. A person who commits murder shall be awarded with death or life imprisonment. If inside the prison ആണെങ്കിൽ death mandatory. Judicial discretion totally illa. In every case, the judicial discretion, the mind of the judge to be applied for that purpose. Only they say that pre-sentence inquiry is mandatory, pre-sentence report is mandatory. The same way, plea bargaining, judge has to apply his mind. A satisfactory disposition can be done after discussing the party, what minimum punishment to be given, how to satisfy the victim, how to satisfy the accused, and how to run a better system with the satisfaction of the people. Many provisions are there in Constitution, CRPC, IPC, and special law says about it. And moreover, now we started alternative dispute resolution throughout, including compoundable criminal cases. Alternative dispute resolution is applicable. Only non-compoundable offenses only, that is not applicable. Otherwise, even in compoundable criminal cases, the alternative dispute resolution is made applicable. So this is also an alternative method for reducing the docket explosion or reducing the number of criminal cases. There's an alternative method for there are huge number of criminal cases pending. How to reduce the number of criminal cases? Plea bargaining is a better method. We can give relief to the parties. Actually, I think this much only regarding that. Now you can contribute, you can add it if anything is there, or we can discuss regarding that. I think Mr. Jinno, you can ask them whatever they want to add, they can add it. Or have any doubt, we can discuss the doubt also, because experienced persons are there, probation officers are there, jail officials are there. They can also contribute whatever they can. Yes, thank you, sir. Thank you very much for the session. Thank you, Jino. You have any concerns? Jenny, please. Sir, Okay, sir. വളരെ കൃത്യമായ ഞാൻ
ഭുവനേന്ദ്ര സാർ വളരെ കൃത്യമായിട്ട് തന്നെ പ്ലീ ബാർഗെയിനിങ് എന്നുള്ള പ്രൊഫഷനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു അറിവായിരിക്കാം പലർക്കും. ഈ പ്ലീ ബാർഗെയിനിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ അറിവായിരിക്കാം. അപ്പോൾ കൺവിക്റ്റിന്റെ ഒഫൻഡേഴ്സിന്റെ റിഫോർമേഷനും അതേസമയം തന്നെ വിക്ടിമിന്റെ റീസ്റ്റോറേഷനും നമ്മൾ റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് സിസ്റ്റം മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിരുന്നു. റിഫോർമേഷനും റീസ്റ്റോറേഷനും ഒരേപോലെ തന്നെ നമുക്ക് അതിന്റെ എലമെന്റുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മനോഹാരിത. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു ചർച്ച നടത്തുന്നതിനുള്ള സമയം നമുക്കുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. സംശയം ഉണ്ടാകും, തീർച്ചയായിട്ടും ചോദിക്കാം. പ്രോസസ്സും പ്രൊസീജിയർ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിനി എങ്ങനെ ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ് യൂസ്ഫുൾ ടു ദ സൊസൈറ്റി എങ്ങനെ ആക്കാം. അപ്പൊ അബീൻ സാർ പറഞ്ഞതുപോലെ അത് നമുക്ക് നമ്മുടെ കൂട്ടായ ശ്രമത്തിലൂടെ എങ്ങനെ കൊണ്ടുവരാന്നുള്ളതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏത് തരത്തിൽ പ്രയോഗത്തിൽ വരുത്താം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നമുക്ക് എക്സാക്ട്ലി. ജെനി പറഞ്ഞോളൂ. ജെനിയാസ് എന്തോ പറഞ്ഞു, പ്ലീസ് ജെനി പ്ലീസ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. അവരുടെ സജഷൻസ് പറയാം. നമുക്ക് ഇതിൽ മാറ്റങ്ങൾ എന്ത് വരുത്താനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, ഹൗ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് വൈഡ്ലി ടു ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, എങ്ങനെ കൊണ്ടുവരാം. പറഞ്ഞോളൂ സാർ. ഒരു ഡൗട്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഒഫൻസിന് ആപ്ലിക്കബിൾ പറഞ്ഞല്ലോ, അതിൽ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഒഫൻസിന് പറ്റില്ല എന്ന്. പ്ലീ ബാർഗനിങ് പറ്റില്ല. അഗൻസ്റ്റ് ചൈൽഡ് ബിലോ 14 years ആൻഡ് ഒഫൻസ് അഗൻസ്റ്റ് ദ വിമൺ. നമുക്ക് 354 ABCD ഒക്കെ പറയുന്നുണ്ട്, അവിടെ ഒന്നും പറ്റില്ല. 376 പറയുന്നുണ്ട്, 376 പറ്റില്ല. അപ്പൊ അതുപോലെ ഒഫൻസ് അഗൻസ്റ്റ് ദ വിമൺ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ക്രൈം അഗൻസ്റ്റ് ദ വിമൺ പ്ലീ ബാർഗനിങ് ഇല്ല എന്ന് പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. Then anything? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇപ്പം ജയശ്രീ ചോദിച്ചത് 265A പാര ബി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, does not apply where such offences affect the socio-economic condition of the country or has been committed against women or child below the age of 14 years. കൃത്യമായും പറയുന്നത്. ആ സോഷ്യോ എക്കണോമിക് ക്രൈംസിന്റെ കാര്യത്തിൽ the notification will be given by the government, which are the offences comes in that. അബീൻ സാർ പറഞ്ഞ നല്ലൊരു ആ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൽ വളരെ വളരെ ഉപകാരപ്പെടുന്ന സാധനമാണ്. മോർ ഓവർ കോമ്പൻസേറ്ററി സിസ്റ്റത്തിലും, ബിക്കോസ് accused is coming voluntarily forward, so he may be ready to give the adequate compensation. ആ കോമ്പൻസേഷൻ കൃത്യമായി കിട്ടി കഴിഞ്ഞാൽ അല്ല ആലോചിച്ച് നോക്കും. അതർവൈസ് ഇഫ് ദ പേഴ്സൺ ഇസ് ഗോയിങ് ഫോർ ട്രയൽ ആൻഡ് വെയിറ്റിംഗ് ഫോർ എ കോമ്പൻസേഷൻ, നമുക്കറിയാം ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി. ഇവിടെ അങ്ങനെയല്ല, പാർട്ടി എഗ്രീയിങ് ഐ എം റെഡി ടു പേ ദ കോമ്പൻസേഷൻ. സോ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൽ നമുക്ക് കൃത്യമായി വിക്ടിം ഈസ് പ്രോപ്പർലി ഗെറ്റിംഗ് ദ കോമ്പൻസേഷൻ. നമുക്ക് ആൾറെഡി വിക്ടിം കോമ്പൻസേഷൻ സ്കീം ഉണ്ട്. ഇഫ് ദ accused is not in a position to pay, അയാൾ എക്കണോമിക്കലി വീക്ക് ആണ്, he may not be able to pay, അവിടെ സ്റ്റേറ്റ് ഹാസ് ടു കം ഫോർവേഡ്. നമുക്ക് വിക്ടിം കോമ്പൻസേഷൻ സ്കീംസ് ആർ ദെയർ, യൂട്ടിലൈസ് ദ സ്കീം. ആ സ്കീംസ് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം കോമ്പൻസേഷൻ വിക്ടിമിന് കൊടുക്കാം. ദെയർബൈ വിക്ടിം വിൽ ബി ഹാപ്പി, ഹി വിൽ ബി ഗെറ്റിംഗ് കോമ്പൻസേഷൻ. അത് ചെയ്യാൻ പറ്റും. പ്ലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നമസ്കാരം. നമസ്കാരം മിസ് ബിജു. ഞാൻ കാസർഗോഡ് നിന്നാണേ. പറയൂ മിസ് ബിജു. ഈ ക്ലാസ് വളരെ നന്നായിരുന്നു, വളരെ ക്രിസ്പി ക്ലിയർ. എന്താണെന്ന് വെച്ചാൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് സാർ അവതരിപ്പിച്ചത്. ലീഗൽ ബാർഗൈനിങ്ങിനെ കുറിച്ച് അറിയാമെങ്കിലും സാറിന്റെ ആ പ്രസന്റേഷൻ കേട്ടപ്പോ കുറച്ചുകൂടി ആഴത്തിലേക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു. അത് മാത്രമല്ല, നമ്മൾ പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ഉള്ളിലേക്ക് കയറി വരികയാണ്. കാരണം ഇത്രയും നല്ലൊരു നിയമത്തിന്റെ ഒരു വശം ഇരിക്കെ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ 14 വർഷമായിട്ട്
അല്ലെ? അതെ, 14 exactly. വർഷമായി നമ്മള് ഇത് കൃത്യമായിട്ട് ഉപയോഗപ്രദമാക്കാതെ പോയതിനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. Exactly. അപ്പൊ Exactly. അതിനുള്ള കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു വിഭാഗം, അതായത് ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ തന്നെ ഈ കേസുകൾ നീണ്ടുപോകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിലെന്തെങ്കിലും ബോധപൂർവമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അവഗണിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? അല്ല, അത് ശരി. ഒന്നറിയാമോ, ഒന്ന് അവയർനെസ് ഇല്ല. ഒന്ന് മിസ്റ്റർ ബിജു പറഞ്ഞതിന് ഒരു റീസൺ ഉണ്ട്, ടു ഡിലേ ദ കേസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ആസ്പെക്ട്സ് നിന്ന് കുറെ മാറി, പഴയ പോലെ അല്ല. ഡിലേ ചെയ്തുകൊണ്ട് യൂസ്ഫുൾ, പണ്ടത്തെ കാലത്ത് അറിയുമോ, എസ്പെഷ്യലി പഴയ കാലത്ത് ഇപ്പൊ അഡ്വക്കേറ്റിന്റെ ഫീസൊക്കെ ഇവര് സിറ്റിങ്ങിലൊക്കെ കൊടുക്കും. ഇപ്പൊ അതൊക്കെ മാറി. കേസ് ഐ എം റെഡി ടു പേ ദിസ് മച്ച് എന്നുള്ള കോൺസെപ്റ്റ് ആയി. പണ്ടങ്ങനെയല്ല, ഓരോ സിറ്റിംഗിൽ ഇത്ര ഫീസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സിറ്റിംഗ് ടു ബി മെയ്ഡ് മോർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ADR ഒക്കെ വന്നതോടുകൂടി അങ്ങനെയല്ല, ഈ ഒരു കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് അല്ലെങ്കിൽ എന്താണ് ഫീസ് എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ അങ്ങനെ ഡിലേ ചെയ്യണം എന്നുള്ള ഇത് വളരെ മാറിയിട്ടുണ്ട്. അപ്പൊ അൺനെസസറി ഡിലേസ് ഓഫ് നോ യൂസ് എന്ന്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊന്നും അതിനോടുള്ള താല്പര്യമൊന്നുമില്ല. ടു ഫിനിഷ് ഓഫ് എ കേസ് ആസ് ഏർലി ആസ് പോസിബിൾ വിത്ത് ഗുഡ് റിസൾട്ട് എന്നുള്ളതിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ആ മെന്റാലിറ്റി, ആ മൈൻഡ് സെറ്റപ്പ് ഒക്കെ മാറി. ഇതിൽ വേറൊരു പ്രശ്നം, ഇത് നോട്ട് അവെയർ അബൌട്ട് മെനി. നമ്മളിപ്പം മിസ്റ്റർ ബിജു ഇപ്പൊ അവിടെയുള്ള നമ്മുടെ ഒപ്പം നിൽക്കുന്നവരോട് ചോദിച്ചാലും പലരും പറയും അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഈ പ്രൊവിഷൻ എന്തിനാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ പ്രൊവിഷന്റെ അവയർനെസ് വളരെ കുറവാണ്. ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്യാൻ പോകുന്നിടത്ത് പലരും ഡിസ്കസ് അവർ പറയാം അങ്ങനെ ഒരു കാര്യം, ഇതിപ്പോ വെറുതെ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യമല്ലേ എന്നൊരു തോന്നൽ വരും. അപ്പൊ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു കൊടുക്കുകയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പലപ്പോഴും പലർക്കും പ്രോപ്പർലി കിട്ടാറില്ലാത്തൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മളിത് ഒരു അവയർനെസ്, ലീഗൽ ലിറ്ററസിയും കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇത് മെയ്ഡ് നോൺ ടു, ഈ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് അണ്ടർ ട്രയൽസിന്റെ കാര്യത്തിൽ ഇത് വളരെ ചെറിയ കുറ്റങ്ങൾ ചെയ്തിട്ട് നേരത്തെ ആ ചെറിയ കുറ്റങ്ങൾ ചെയ്തിട്ട് അത് സെറ്റ് ഓഫ് ചെയ്താൽ പോലും അത് അപ്പോഴെ തന്നെ പോകാന്നുള്ള പീരീഡാ. മാസങ്ങളോളം കിടക്കുന്നു, വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അവയർനെസ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ജയിൽ ഒഫീഷ്യൽസ് ഇത്ര ഇൻട്രസ്റ്റ് എടുക്കണമെങ്കിൽ ജയിലിന്റെ ക്രൗഡ് നന്നായിട്ട് കുറയ്ക്കാം. എസ്പെഷ്യലി ദ കേസസ് ഓഫ് അണ്ടർ ട്രയൽസ് ആൻഡ് പേഴ്സൺസ് കെപ്റ്റ് ഇൻ ദ കൺഫൈൻമെന്റ് സെന്റർ, അത് കുറയ്ക്കാൻ പറ്റും. അതിന് ജയിൽ ഒഫീഷ്യൽസിന് നമ്മൾ നന്നായിട്ടൊരു അവയർനെസ് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ കേസസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ DLSAയുടെ കീഴിൽ വോളണ്ടിയർലി ഈ പറഞ്ഞ പോലെ ഈ കേസസ് ഇങ്ങനെ അവർക്ക് നോട്ടീസ് അയക്കുക, ഈ കേസ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, ഈ പ്രൊവിഷൻ തീർക്കാൻ പറ്റുമോ എന്ന് അവർ നോട്ടീസ് അയച്ചാൽ ദേ മേക്ക് വോളണ്ടിയർലി. അത് നമ്മൾ ഐഡന്റിഫൈ, DLSA ഇപ്പൊ ആ മേഖലയിലൊക്കെ നമുക്ക് ADRന് അത് ചെയ്യുന്നുണ്ട്. ആ ADRനോടൊപ്പം പ്ലീ ബാർഗൈനിങ്ങും ഒരു മെത്തഡായിട്ട് എടുത്തതിന് ശേഷം ദിസ് ഈസ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ADRന്റെ ഭാഗമാണ് ഈ പ്ലീ ബാർഗൈനിങ് എന്നുള്ളത് കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ഇറ്റ് സം മോർ എഫക്റ്റീവ്. ഇപ്പൊ നമുക്ക് ADR വളരെ സക്സസ്ഫുൾ ആണ്. ഇന്ത്യ മുഴുവനും ADR ഫംഗ്ഷനിങ് നൈസ്ലി, എസ്പെഷ്യലി മീഡിയേഷൻ, കോർട്ട് അലക്ഷൻ മീഡിയേഷൻ വളരെ വളരെ സക്സസ്ഫുൾ. അഗൈൻ 40 to 45% of cases are settled through mediation. Same way criminal cases can be settled. Even ഞാൻ പറഞ്ഞില്ലേ, കോമ്പൗണ്ടബിൾ കേസസ് ആർ സെറ്റിൽഡ്, മെനി നമ്പർ ഓഫ് കോമ്പൗണ്ടബിൾ കേസസ് സെറ്റിൽഡ് ത്രൂ ADR. അതോടൊപ്പം തന്നെ പ്ലീ ബാർഗൈനിങ് കൂടെ കൊണ്ടുവന്നാൽ വിക്ടിം ആൾസോ സാറ്റിസ്ഫൈഡ്, ഈസ് അവാർഡ് വിത്ത് മിനിമം പണിഷ്മെന്റ്, അത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് the parties to be brought before the authority, then we can do a better justice delivery system. അതിലെ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, നമ്മുടെ കഴിഞ്ഞ ഇന്നലത്തെ ഒരു സെമിനാറില് സുഹൃത്ത് കുമാർ സാർ പറഞ്ഞിരുന്നു, അതായത് നമ്മളെ ഈ ക്ഷമിക്കാനുള്ള ഒരു കഴിവ്, അതായത് ഒരാളെ ഒരു കുറ്റം ഏറ്റു പറയാനുള്ള ഒരു രീതി നമ്മുടെ സമൂഹം ഇതുവരെ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല. ഈവൻ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരാൾ ഒരു വക്കീലിനെ സമീപിക്കുമ്പോൾ പോലും നമ്മളെ കുറ്റം ഏറ്റു പറയണ്ട, അത് ഗിൽറ്റിയാണ്, പ്ലീഡ് ഗിൽറ്റി എന്ന് പറയില്ല. അതൊരു വിഷയമല്ലേ? കാരണം നമ്മൾ തന്നെ ഒരു അല്ലേ, അപ്പൊ നമ്മളത് പറഞ്ഞോളൂ പ്ലീസ്. അതായത് നമ്മളൊരു തിയറി ഉണ്ട്, എക്സ്പിയേറ്ററി തിയറി എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും റിഫോർമേറ്ററി തിയറിക്ക് ശേഷം വന്ന ഒരു തിയറിയാണ്. അല്ലെ, ഒരു പണിഷ്മെന്റിന് ഒരു ഈക്വൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഈ പറയുന്ന ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലെ എല്ലാ ആൾക്കാരും അവെയർ ആണെങ്കിലും പക്ഷെ അത് ഈ ഒരു പാർട്ടിക്ക് ഗുണകരമാവുന്ന രീതിയിലേക്ക് അവനെ ഒരു കൗൺസിൽ ചെയ്യാൻ ആ സമയത്ത് സാധിക്കാതെ പോകുന്നതല്ലേ ഇതിനൊരു കാരണം? അല്ലെങ്കിൽ അവനിൽ വാശിയും വൈരാഗ്യവും കുത്തിച്ചേർക്കുന്നത് കൊണ്ട് കൂടുതൽ കേസിലേക്ക് തള്ളിവിടുക തന്നെയല്ലേ ചെയ്യുന്നത്? ഉണ്ട് മിസ്റ്റർ ബിജു പറഞ്ഞില്ലേ, ഖേദം പ്രകടിപ്പിക്കുന്നത് നമുക്കിപ്പോ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. സിമ്പിൾ എക്സാമ്പിൾ പറയാം. പണ്ട് കാലത്ത് പരിപാടി തടസ്സം വന്നാൽ ഖേദിക്കുന്നു എഴുതി കാണിക്കുക, ഇപ്പൊ ഖേദമൊന്നും ഇല്ല. അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു.
ആ ഖേദപ്രകടനം ഇപ്പൊ ആർക്കും ഇല്ല. പണ്ട് പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളത്, ഒരു ലൈറ്റ് ഒക്കെ കാണിച്ചിട്ട് പരിപാടിയിൽ തടസ്സം വന്നാൽ ഇപ്പൊ ആരും ഖേദിക്കാറില്ല. അത് നമ്മുടെ ഈഗോ അനുഭവം. അതെന്താ പറയുക, ഒരു ഓപ്പൺ ഡിസ്കഷൻ വരാത്തത് കൊണ്ടാണ്. ഇഫ് ദ പാർട്ടീസ് ആർ അലൗഡ് ടു ഡിസ്കസ് ഓപ്പൺലി, ആ ഓപ്പൺ ഡിസ്കഷൻ വന്നാൽ ദേ വിൽ ഓപ്പൺ അപ്പ് ദെയർ മൈൻഡ്. മനസ്സ് തുറക്കാനുള്ള അവസരം പലർക്കും ഇല്ല. ബിക്കോസ് ഈ ഓപ്പോസിറ്റ് പാർട്ടീസ് ഒരിക്കലും ഒരുമിച്ച് ഇരിക്കുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യാറില്ല. അവർ ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലം വിൽ ബി സോൾവ്. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണ് ശരിക്ക്. ദ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇസ് ദർ. ദിസ് പ്രോബ്ലം ഞങ്ങൾ ADRൽ ഞങ്ങൾ പറയുന്നത് അതാ, ടോട്ടലി പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ദ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ബെറ്റർ ലിസണിങ്. നമ്മൾ ആരും ലിസണർ അല്ല. എനിക്കറിയാം, നിങ്ങൾ പറയണ്ട, എല്ലാം എനിക്കറിയാം. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഞാൻ അറിവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരാളായി മാറുമ്പോഴാണ് എനിക്കതൊക്കെ അറിയാം. നിങ്ങൾ പറയണ്ട. യു ഹിയർ എ പേഴ്സൺ, 50% ഓഫ് ദ പ്രോബ്ലം ഈസ് സോൾവ്. അത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ, അതല്ലേ പണ്ട് പറയാറുണ്ടല്ലോ, ഞാനൊരു സ്വാമിയുടെ ലെക്ചറിൽ കേട്ടതാ, നിങ്ങളുടെ 2 കാതും തുറന്നിട്ടിരിക്കുക, വാ അടയ്ക്കാൻ ലിപ്സ് തന്നിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം പറയാനും ബാക്കിയുള്ള അടച്ചു വയ്ക്കാനാ. ഇയർ ഒരിക്കലും നമ്മൾ അടയ്ക്കാറില്ല, ഓപ്പൺ. യു ഹിയർ ഓൾവേസ് വാട്ട് എവർ യു വാണ്ട് ടു സേ, പറയേണ്ടപ്പോൾ മാത്രം പറയുക. നമ്മൾ തിരിച്ച 2 ഇയറും അടച്ചു വെച്ചിട്ട് ഓൾവേസ് ഓപ്പണിംഗ് യുവർ മൗത്ത്, മാത്രം തുറന്നു വെക്കും. യു ആർ നോട്ട് ഹിയറിംഗ് ദ പാർട്ട്. അല്ല, കോടതിയിൽ തന്നെ നമ്മൾ പറയുന്ന ഹിയറിംഗ് ആണല്ലോ. എക്സാക്ട്ലി. അതും ആക്റ്റീവ് ലിസണിങ്. വെറുതെ നമ്മളല്ലേ, ആ ഹിയറിംഗും ലിസണിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാ ലിസണിങ് ഹിയറിംഗ്, അതാ ആക്റ്റീവ് ലിസണിങ് ആവണം. അത് കേൾക്കേണ്ട രീതിയിൽ കേട്ട് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ പലപ്പോഴും ഓപ്പൺ ഡിസ്കഷനോ ഓപ്പൺ അപ്പ് മൈൻഡോ ഇല്ല. അങ്ങനെ ഫാമിലി കേസസിൽ ഇഫ് യു ആർ അലോയിങ് ദം ടു ഓപ്പൺ അപ്പ് ദെയർ മൈൻഡ്, 95% പ്രോബ്ലം ക്യാൻ ബി സോൾവ്. അത് മിസ്റ്റർ ബിജു പറഞ്ഞ വളരെ ശരിയാണ്. ഈ പരസ്പരം അത് ഒരു ഖേദം പ്രകടിപ്പിക്കാനോ ഓപ്പൺ ചെയ്ത് നിൽക്കാനോ ഒന്നും മനസ്സുകൾ അനുവദിക്കാത്തതുകൊണ്ടാണ് പ്രോബ്ലം കൂടുന്നത്. ഐ ആം റെഡി ടു ഓപ്പൺ മൈ മൈൻഡ് ആൻഡ് അക്സെപ്റ്റ് ദ റോങ്, ദ പ്രോബ്ലം വിൽ ബി സോൾവ്. ആ റോങ് അക്സെപ്റ്റ് ചെയ്യാനുള്ള എന്റെ എന്തോ ആവശ്യമില്ലാത്തൊരു ഈഗോ, അതൊരു ഈഗോ അല്ല എന്നും റോങ് ആണെന്നും പറഞ്ഞ് തന്നെ മനസ്സിലാക്കിയാൽ അത് മറ്റേയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നും കൂടെ തോന്നിക്കഴിഞ്ഞാൽ, ഈ എക്സ്പേറ്ററി തിയറി പറഞ്ഞ പോലെ എക്സ്പേറ്ററി തിയറി ഇസ് എ വാലിഡ് തിയറി, അത് വാലിഡ് തിയറി ആണ്. ആ എക്സ്പിയേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നില്ല. അപ്ലൈ ചെയ്യാത്ത നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന ആ ഈഗോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് തിങ് ഈസ് ദാറ്റ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്, ദേ ആർ ഗെറ്റിംഗ് എ ചാൻസ് ടു ഓപ്പൺ അപ്പ് ദെയർ മൈൻഡ്, ദ പ്രോബ്ലം വിൽ ബി സോൾവ്. അതാ ഞാൻ ADRലെ മീഡിയേഷനിലൂടെ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ 10-15 വർഷമായിട്ട് ഞാൻ കാണുന്നതാ. മിസ്റ്റർ ബിജു വളരെ നന്നായിട്ട് യു ആർ പ്രസന്റഡ് ദാറ്റ് തിങ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാൻ സഫിയാണ് സാർ. നമസ്കാരം സാർ. എനിക്ക് 1-2 കാര്യങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ട്. അതിൽ ആദ്യമായിട്ട്, ഇപ്പോ നമ്മളൊരു ഓൾ ഇന്ത്യ റിപ്പോർട്ടറോ ക്രിമിനൽ ലോ ജേർണലോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ 2020 സുപ്രീം കോടതി ഡിസൈഡ് ചെയ്തിട്ടുള്ള കേസസ് പലതും അതിന്റെ ഒറിജിൻ 2000 ആ സമയത്ത് 2005 സമയത്ത് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ അല്ലെങ്കിൽ ഒരു സെഷൻസ് കോടതിയിൽ വന്ന കേസുകളായിരിക്കും. അപ്പോ ഒരു 15 വർഷം എന്നുള്ളതാണ് ഒരു ആവറേജ് ഇപ്പോ വന്നേക്കുന്ന ഒരു ഡിലേ ടൈം. അതായത് ലോവസ്റ്റ് കോർട്ടിൽ നിന്ന് ഹയസ്റ്റ് കോർട്ടിലേക്ക് എത്തി കേസ് തീർപ്പ് കൽപ്പിക്കുമ്പോൾ. അപ്പൊ അതൊരു ശരിക്കും ഒരു ഇൻജസ്റ്റിസ് നിലനിൽക്കുന്നുണ്ട്. അതായത് അത് വിക്ടിമിനെ സംബന്ധിച്ചും അക്യൂസിനെ സംബന്ധിച്ചും. അതായത് വിക്ടിമിനെ സംബന്ധിച്ച് ഫൈനൽ ഡിസിഷൻ അറിയുന്നില്ല, അക്യൂസിനെ സംബന്ധിച്ചും ഫൈനൽ ഡിസിഷൻ അറിയുന്നില്ല. അപ്പോ അക്യൂസിനെ സംബന്ധിച്ച് ഫൈനൽ ഡിസിഷൻ അറിയാത്ത അത്രയും നാള് അക്യൂസ്ഡ് എന്നുള്ള സ്റ്റാറ്റസിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ശരിക്കും ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സിവിൽ കേസ് കുറയുകയും ക്രിമിനൽ കേസ് ധാരാളമായി കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് എല്ലാ വർഷങ്ങളും ഉണ്ടാവുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്റെ ഒരു അഭിപ്രായം, അതായത് CRPCയിലെ സാധാരണഗതിയിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാല് വിഡ്രോ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് സാറിന് അറിയാവുന്ന കാര്യമാണ്. അതായത് ഇപ്പൊ ഒരു സമൻസ് ട്രയൽ ഓഫ് സമൻസ് കേസ് ബൈ എ മജിസ്ട്രേറ്റിൽ മാത്രമേ കംപ്ലൈനന്റിന് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ തന്നെ അത് വാറന്റ് കേസിലും ചില സാഹചര്യത്തിൽ ഒരു എക്സെപ്ഷണൽ സാഹചര്യത്തിൽ, അതായത് എനിക്ക് തോന്നുന്നു 249 ഒക്കെ അനുസരിച്ച് വളരെ കുറച്ച്, അല്ലെങ്കിൽ ബാക്കി വിത്ത് പെർമിഷൻ ഓഫ് ദ കോർട്ടേ പറ്റുള്ളൂ.
അതെ, പിന്നെ വരുന്നത് 321 ആയിരിക്കുമല്ലോ, അതായത് Exactly. പ്രോസിക്യൂഷൻ കൊടുത്തിട്ട് പ്രോസിക്യൂഷൻ അതും, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ദ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദ കോർട്ട്. Exactly. അപ്പൊ ശരിക്കും നമുക്ക് ഈ കേസ് കുറയ്ക്കാനായിട്ടുള്ള മാർഗം സാറിന്റെ അഭിപ്രായത്തില് എന്താണ്? അതായത് ഇപ്പൊ സാർ ഒരു മീഡിയേറ്റർ ആണ്. അപ്പൊ മീഡിയേറ്റർ ആയതുകൊണ്ട് തന്നെ സാറിന് അറിയാം, ഇത്രയും വർഷം ഈ കോടതിയില് DLSA ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസില് ശരിക്കും ക്രിമിനൽ കേസുകളുടെ എണ്ണം കൂടുതലുണ്ടോ? കാരണം ഈ കോമ്പൗണ്ടബിൾ ഓഫൻസ് മാത്രമല്ലേ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയൊരു തോതിലുള്ള കേസ് ഒന്നും അങ്ങോട്ട് വരുന്നില്ല. അപ്പോ ശരിക്കും ഒരു DLSA എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെത്തേഡിൽ ഒരു എഫക്റ്റീവ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്രിമിനൽ കേസുകൾ വരുന്നതിന്റെ കാര്യത്തിൽ ഒരു കുറവ് ഉണ്ട് എന്ന് സാറിന് അഭിപ്രായമുണ്ടോ? അല്ല, അതാ മിസ്റ്റർ സഫി ഞാൻ പറഞ്ഞ ഒന്ന് പറഞ്ഞ ഈ ക്രിമിനൽ കേസസിൽ നമുക്ക് കോമ്പൗണ്ടബിൾ കേസ് ഒരുപാട് വരാനുള്ളത്, അത് പക്ഷെ വരുന്നില്ല. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. വിത്തിൻ 7 yearsലുള്ള മെനി നമ്പർ ഓഫ് കേസ് ആർ പെൻഡിങ്. ചെറിയ ചെറിയ സില്ലി ക്രൈംസിന് നമുക്ക് ഈ പറഞ്ഞ വിത്തിൻ 7 years പണിഷ് ചെയ്യാൻ പറ്റുന്ന ക്രൈംസിന് തന്നെ ഈ കൺഫൈൻമെന്റ് സെന്റേഴ്സിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനലി കോർട്ടിൽ വരുന്നതിന് മുമ്പ് ഐഡന്റിഫൈ ചെയ്ത് ഈ കേസുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ we can bring before the legal service authority or plea bargaining നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ പ്ലീ ബാർഗനിങ് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാ അങ്ങനെ. ഓക്കെ, നോൺ കോമ്പൗണ്ടബിൾ നമ്മൾ കോമ്പൗണ്ടബിൾ ആയിട്ട് കേസസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ടബിൾ കേസസ് ആർ മോർ ദാൻ നോൺ കോമ്പൗണ്ടബിൾ. ഒരുപാട് കോമ്പൗണ്ടബിൾ കേസസ് പെൻഡിങ് ആ. വൈ കോമ്പൗണ്ടബിൾ കേസസ് ടേക്ക് ദിസ് മച്ച് ടൈം എന്നുള്ളതാ. അപ്പൊ അത് കുറച്ചു കഴിഞ്ഞാൽ തന്നെ നോൺ കോമ്പൗണ്ടബിൾ കേസസ് ട്രൈ ചെയ്യാനുള്ള സമയം കോടതിക്ക് കിട്ടും. ഇപ്പൊ സില്ലി മാറ്റേഴ്സിൽ പ്ലീ ബാർഗൻ ചെയ്ത് പോകാന്നുള്ള കേസസ് പോലും when it comes for trial it will take so much of time. അപ്പൊ കോടതിയുടെ സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഈ കോമ്പൗണ്ടബിൾ കേസസ് തീർക്കാൻ വേണ്ടി ലോട്ട് ഓഫ് ടൈം ഇറ്റ് യൂസസ്. ആ കോമ്പൗണ്ടബിൾ കേസ് തീർത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായി, നോൺ കോമ്പൗണ്ടബിൾ കേസസ് തീർക്കാനുള്ള സമയം കോടതിക്ക് ലഭിക്കും. അതനുസരിച്ച് കേസുകൾ അവിടെയും തീർക്കാനുള്ള അവസരം കൂടുതലാവുമല്ലോ. പിന്നെ ഈ നോൺ കോമ്പൗണ്ടബിൾ തന്നെ നമുക്ക് കോമ്പൗണ്ടബിൾ ആക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ളത് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ലോ കമ്മീഷനും ഒക്കെ ഇനി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പണ്ട് നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞിരുന്ന സാധനങ്ങളില് പാർട്ടി ക്യാൻ കം ടു ആൻ എഗ്രിമെന്റ്, അങ്ങനെ പറഞ്ഞ സാധനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഈ 320 നമ്മൾ പറഞ്ഞ സെക്ഷൻ 320 മാറ്റം വരുത്തി ഇനിയും ഒഫൻസസ് അതിൽ ആഡ് ചെയ്യാനുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമൊക്കെ ആയിക്കഴിഞ്ഞു. നമ്മൾ വെറും പണിഷ്മെന്റ് എന്ന സിസ്റ്റത്തിലോട്ട് മാത്രം പോയാൽ പോരാ. ടു കണ്ടക്ട് ദ സ്റ്റഡി വിച്ച് ആർ ദ ഒഫൻസസ് ക്യാൻ ബി അഗൈൻ ബ്രോട്ട് അണ്ടർ ദ കോമ്പൗണ്ടബിൾ, അങ്ങനെ കൊണ്ടുവരാം. മോർ കോമ്പൗണ്ടബിൾ കേസസ് പ്ലീ ബാർഗനിങ്ങിലൂടെ ADRലൂടെ തീർക്കുമ്പോൾ ദ പെൻഡിങ് ഓഫ് കോമ്പൗണ്ടബിൾ കേസസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് മോർ. അത് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മളിപ്പോ ട്രയൽ ബിഫോർ കോർട്ട് ഓഫ് സെഷൻ നോക്കുകയാണെങ്കിൽ അതില് സെക്ഷൻ 235 അക്യൂറ്റൽ ഓർ കൺവിക്ഷൻ പറയുന്ന മേഖലയിൽ പ്രൊബേഷനിലേക്ക് വിടാം ഉള്ള കേസ് ആണെങ്കിൽ വിടുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോ ട്രയൽ ഓഫ് ഫോറിൻ കേസസ് ബൈ മജിസ്ട്രേറ്റിലും സെയിം പ്രൊവിഷൻ ഉണ്ട്, അറ്റ് ദ ടൈം ഓഫ് അക്യൂറ്റൽ ഓർ കൺവിക്ഷൻ, or that is also available in case of trial of summons cases by warrant case. Different sections are there. അപ്പോൾ അത് സംഭവിക്കുന്നത് at the end of the trial ആണ്, after completion of trial, completion of trial, even after taking evidence from the prosecution and the defense side, when a person is found guilty. അതെ. അപ്പോ ശരിക്കും അത് അവിടെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് സാറിന്റെ അഭിപ്രായം എന്താണ്? അല്ല, അവിടെ അതാ പറഞ്ഞത്. അവിടെ എന്താ പറയുമോ, അത് പ്രീ സെന്റൻസ് എൻക്വയറി ആണ്. ദാറ്റ് പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ യൂസിങ് ജുഡീഷ്യൽ ഡിസ്ക്രീഷൻ. ആ ജഡ്ജിന്റെ ഡിസ്ക്രീഷൻ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രൊവിഷൻ ആണ് നമ്മൾ പറഞ്ഞ 235(2)ഉം 248(2). അത് പ്രീ സെന്റൻസ് എൻക്വയറി അല്ലെങ്കിൽ പ്രീ സെന്റൻസ് റിപ്പോർട്ട്. അവിടെ മിറ്റിഗേറ്റിംഗ് ഫാക്ടർ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒഫൻസ് ചെയ്തത് എന്ത് സാഹചര്യത്തിലാണ്. അല്ല, നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ, ഒരു ബ്രെഡ് മോഷ്ടിച്ചു ബിക്കോസ് ഹി വാസ് ആംഗ്രി. ഒരു കുട്ടി ഹി വാസ് നോട്ട് ഹാവിങ് എനി മണി ടു പർച്ചേസ് എ ബ്രെഡ്, ഒരു ബ്രെഡ് എടുത്തു, അത് തെറ്റ് തന്നെയാണ്. അതുപോലെ ആയിരിക്കില്ല പേഴ്സൺ ഈസ് ടേക്കിംഗ് എ ബൈക്ക് ആൻഡ് റണ്ണിങ് അവേ. അപ്പൊ നമുക്ക് ഈ ആ ഫാക്ട് നോക്കിയിട്ട് 2നും 3 years ഇംപ്രിസൺമെന്റ് എന്ന് പറയുമ്പോൾ ചെറിയ മാറ്ററിൽ ജസ്റ്റ് ഒരു ഫൈൻ ഇമ്പോസ് ചെയ്യും. അവിടെ എക്സ്റ്റെൻഡ് ടു എ പീരീഡ് ഓഫ് 3 years ഓർ ഫൈൻ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ മിറ്റിഗേറ്റിംഗ് ഫാക്ടർ അറിയാൻ വേണ്ടിയാണ് 235(2)ഉം 248(2) ഒക്കെ ഇട്ടിരിക്കുന്നത്. വാട്ട് എക്സ്റ്റെൻഡ് ദ പണിഷ്മെന്റ് ടു ബി ഗിവൺ, ഹൗ ദ ജുഡീഷ്യൽ ഡിസ്ക്രിപ്ഷൻ ടു ബി അപ്ലൈഡ്, അതുപോലും പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അതിലെ പറഞ്ഞ് ക്രിമിനൽ എന്താ പറയുക, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുക, അയാളുടെ റെക്കോർഡ് അറിയുക, എംപ്ലോയ്മെന്റ്, ദ വേ ഹി ബ്രോട്ട് അപ്പ്, ഹിസ് എഡ്യൂക്കേഷൻ, ഹിസ് ബിലോങ്ങിങ്,
ഹിസ് ഇൻക്ലൂഷൻ ടു ദ സൊസൈറ്റി, ഹിസ് ബിഹേവിയർ ഇൻ ദ സൊസൈറ്റി, ഇതൊക്കെ എവിടെ ആരാ പഠിക്കുന്നത്, ആരാ ചെയ്യുന്നത്? നത്തിങ് ഈസ് ദർ. ഇതെല്ലാം നോക്കണമെന്ന 235(2) നമ്മൾ ഈ പറയുന്ന കാര്യം. ബിഫോർ പണിഷിംഗ് എ പേഴ്സൺ, ദ ജഡ്ജ് ഹാസ് ടു ഗോ ത്രൂ the total the bringing up of a person or the way the person brought up, how, why he committed this offense. അത് അടഞ്ഞതിന് ശേഷം he can use his discretion and give minimum or maximum available. ആ പെർമിഷൻ അവൈലബിൾ ഇൻ ദ സെൻസ് പെർമിറ്റഡ് ബൈ ലോ. അതിൽ മാക്സിമം കൊടുക്കണമോ മിനിമം കൊടുക്കണമോ വിത്തിൻ ഹിസ് ഡിസ്ക്രിപ്ഷൻ, ദാറ്റ് ക്യാൻ ബി യൂസ്. ആ പർപ്പസിന് വേണ്ടിയാ. പക്ഷെ സാധാരണ ആരോട് ചോദിക്കുമ്പോൾ എന്താ പറയുക, നിങ്ങൾ കുറ്റക്കാരനെന്ന്, അതല്ലേ കൃത്യമായും പറഞ്ഞു, കുറ്റക്കാരനെന്ന് കണ്ടു ശിക്ഷ വിധിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു. അന്ന് ശിക്ഷ വിധിക്കാൻ പറ്റില്ല. അങ്ങനെ എഴുതിയിട്ടുള്ള പല കേസുകളും അത് വിഷിയേറ്റിംഗ് ദ ട്രയൽ എന്ന് പറഞ്ഞിട്ട് റിമാൻഡ് ചെയ്ത് ഹൈക്കോടതി തിരിച്ചയച്ചിട്ടുണ്ട്. കേരളത്തിലൊരു കേസുണ്ട്, ഹൈക്കോർട്ട് പ്രീ സെന്റൻസ് എൻക്വയറി നടത്താത്തത് കൊണ്ട് അത് വയലേറ്റഡ് ദ ട്രയൽ എന്നും പറഞ്ഞിട്ട് ഹൈക്കോർട്ട് പോലും ചെയ്യാൻ പാടില്ല. ഹൈക്കോർട്ട് ഈസ് ഡൂയിങ് സച്ച് ആക്ട്, ദാറ്റ് ഈസ് വയലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇത് മാൻഡറ്ററി പ്രൊവിഷൻ ആണ്. ബിഫോർ അവാർഡിംഗ് സെന്റൻസ്, ദ കോർട്ട് മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് these are the situations by which the person has committed it. അതിലെ മിറ്റിഗേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് the minimum or maximum provided by the law to be given as per the judicial discretion. ഇവിടെയൊക്കെ നമ്മൾ ആ പ്രോപ്പർ അവയർനെസ് അവർക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ട്രയൽ നടത്തുന്ന അഡ്വക്കേറ്റ് അത്രയും ഡീപ്പായിട്ട് പോകാറില്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജയിൽ ക്രൗഡും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കുറയ്ക്കാം. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് പറയാൻ പോകുന്നത് ജയിലിന്റെ ക്രൗഡ് കുറയ്ക്കാനും ജയിലിൽ നമുക്ക് മിറ്റിഗേറ്റിംഗ് ഫാക്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ബിഫോർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി. അല്ലെങ്കിൽ ഇത്രയും ട്രയലൊക്കെ കഴിഞ്ഞതിന് ശേഷമാവുമ്പോൾ ദാറ്റ് ഇസ് ഓഫ് നോ യൂസ്. അത്രയും മണി സ്പെൻഡ് ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷെ അതും കുറച്ചും കൂടെ വരേണ്ടതാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ റിഫോം നമുക്ക് നടത്താൻ പറ്റും. പ്രത്യേകിച്ച് ജയിലിലെ കാര്യത്തിലും ദ ക്യാരക്ടർ ഓഫ് ദ പേഴ്സൺ കുറച്ചും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലിപ്പോ സാറ് പ്ലീ ബാർഗൈനിങ്ങിന്റെ കേസ് പറഞ്ഞപ്പോ അതിലൊരു ഡിഫറൻസ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ കഴിയുന്ന ഒരു കാര്യമാണല്ലോ. അതായത് ചാർജ് കൊടുക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ. കാരണം ഈ ചാർജ് കൊടുക്കുന്നതും അവസാനത്തെ ട്രയലും തമ്മിലുള്ള ഒരു വലിയൊരു അന്തരം ഉണ്ടല്ലോ. അത് ആ ഒരു ഡ്യൂറേഷന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു 7 years താഴെ വരുന്ന ഓഫൻസ് ആണ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ഓഫൻസ് വിൽ കം അണ്ടർ ദ പെർവ്യൂ ഓഫ് ദിസ് കാറ്റഗറി. നമ്മളിപ്പോ ടോട്ടൽ കമ്മിറ്റ് ചെയ്യുന്ന കേസിന്റെ ആണെങ്കിൽ, ടോട്ടൽ ഒരു സ്റ്റേറ്റിൽ കമ്മിറ്റ് ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ, അപ്പോ അതില് സാർ നേരത്തെ പറഞ്ഞു there are some exceptions and which includes ഈ സോഷ്യോ എക്കണോമിക് ആസ്പെക്റ്റിലുള്ള ക്രൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുള്ളിൽ വരുന്നുണ്ട്. അത് ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ട് വെദർ വിച്ച് കേസ് ഈസ് സോഷ്യോ എക്കണോമിക് ആസ്പെക്ട് ഇൻവോൾവ് ഓർ നോട്ട്. അപ്പൊ ശരിക്കും നമ്മുടെ ഇപ്പോ പെൻഡിങ് ഉള്ള കേസിൽ ഒരു 80% പ്ലീ ബാർഗൈനിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കേസ് ആണ് എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത്, ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രശ്നമായത്. ഹൗ ടു ഐഡന്റിഫൈ ഇറ്റ്, അതിനാണ് നമുക്കൊരു മെഷർ വേണ്ടത്. അത് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ ചെയ്തു കഴിഞ്ഞാൽ മെനി നമ്പർ ഓഫ് കേസസ് നമുക്ക് ഈ പറഞ്ഞ കുറച്ച് ക്രിമിനൽ കേസസ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പറ്റിയുള്ള സ്റ്റഡി നമ്മൾ നടത്തിയിട്ട് ഇപ്പോൾ എന്തായാലും LGRF ഒക്കെ എടുക്കുന്ന വലിയൊരു ഇതാ നിങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ പത്തനംതിട്ട ലീഗൽ സർവീസ് അതോറിറ്റി പ്രൊബേഷൻ ഓഫീസേഴ്സും കൂടെ ചെയ്യുന്നത് വലിയൊരു ഉദ്യമമാണ്. ഇത് നമ്മൾ ഇപ്പൊ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനും ഈ സാധനം പോകും, ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഗ്രേറ്റ് മെഷർ. നിങ്ങൾക്കൊക്കെ ഞങ്ങൾ പ്രത്യേക നന്ദി ശരിക്കും പറയാം. നിങ്ങളൊക്കെ അത്രയും അർഹിക്കുന്നു. ഈ ഒരു മെഷർ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തന്നെ വലിയൊരു ആസ്പെക്റ്റാണ്. നമ്മൾ പത്തനംതിട്ടയിൽ തുടങ്ങി ഇത് ഇന്ത്യയുടെ അങ്ങറ്റം വരെ എത്തും, നോ ഡൗട്ട് ഇൻ ദാറ്റ്. അതിനുള്ള നല്ലൊരു ഉദ്യമം നിങ്ങൾ ചെയ്യുന്നതിന് റിയലി യു നീഡ് എ സ്പെഷ്യൽ അപ്രീസിയേഷൻ. ശരിക്കും സാറിനെ പോലുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ടും വേണം, ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണം. അതെ സാർ, അതില് കൂടാതെ എനിക്കൊരു കൺസേൺ ഉള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആഫ്റ്റർ ഡിസ്കസിങ് ദ പ്രൊബേഷൻ ഓഫീസേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്, എസ്പെഷ്യലി അബിൻ സാർ, ബിജു സാർ, അപ്പൊ അങ്ങനെയുള്ളവരോട്ടൊക്കെ ഞാൻ സംസാരിച്ചപ്പോ ശരിക്കും ഈ പ്രൊബേഷൻ കേസിൽ വരുമ്പോൾ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുന്ന വലുതായിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ളതായിട്ട് കണ്ടില്ല. അതായത് വിക്ടിമിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് എനിക്ക് അതിൽ കാണാൻ കഴിഞ്ഞത്. മറ്റേതെങ്കിലും വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ
പക്ഷെ അക്യൂസ്ഡിനെ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിനെ പറ്റി പറയുന്നുണ്ട്. വിക്ടിം ഞാൻ പറയുന്നത് ഈ പ്രൊബേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊബേഷൻ ഓഫീസേഴ്സ് ചെയ്യുന്ന കാര്യത്തില് അതില് വിക്ടിമിനില്ല, പക്ഷെ വിക്ടിമിന്റെ മക്കളുടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് പോരാ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അതിൽ സാറിന്റെ ഒരു അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. കാരണം അക്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള മെഷേഴ്സ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അൾട്ടിമേറ്റ് സഫറർ എന്ന് പറയുന്നത് വിക്ടിമാണ്. അപ്പോ വിക്ടിമിനെ ശരിക്കും സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് വിക്ടിം കോമ്പൻസേഷൻ സ്കീം. അപ്പൊ ഈ വിക്ടിം കോമ്പൻസേഷൻ സ്കീം ആക്ച്വലി സ്റ്റേറ്റ് ആണല്ലോ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള. ദേ ആർ ഗെറ്റിംഗ് എയ്ഡ് ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ഇവിടുത്തെ വിക്ടിം സപ്പോർട്ട് വിക്ടിം കോമ്പൻസേഷൻ സ്കീമും അതിന്റെ ഇംപ്ലിമെന്റേഷനും എത്രമാത്രം ഇഫക്റ്റീവ് ആണ് സാറിന്റെ അഭിപ്രായത്തില്? അല്ല, അവര് നമുക്ക് പറയുന്നുണ്ടല്ലോ ട്രീറ്റ്മെന്റിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 357A 357B ഒക്കെ ആഡ് ചെയ്തപ്പോൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ പറയുന്നു 357Aയും ബിയിലൊക്കെ പറയുന്നുണ്ടല്ലോ വിക്ടിമിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം, അവര് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി, അവർ അതർ ബെനിഫിറ്റ് അതൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് പ്രൊവിഷൻ ഇതിൽ ആഡ് ചെയ്യാനുള്ളത് സ്റ്റേറ്റിന്റെ സർവീസ് വിക്ടിം കോമ്പൻസേഷൻ ഇഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ സഭി പറഞ്ഞല്ലോ കുറച്ചുകൂടെ അത് എഫക്റ്റീവ് ആവണം. ഇത്രയും പോരാ, അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവണം. നമുക്ക് കൃത്യമായിട്ട് അത് തന്നെയാണ്. നമുക്ക് SC/ST അട്രോസിറ്റീസ് ആക്ടിൽ പറയുന്നില്ല, അതുപോലെ അത് കൊണ്ടുവരണം. SC/ST അട്രോസിറ്റീസ് ആക്ടിൽ കൃത്യമായ വിക്ടിം കോമ്പൻസേഷനെ പറ്റി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ ആവശ്യമാണ്, നന്നായിട്ട്. അതുപോലെ ക്രിമിനൽ ലോയിലും ആ വിക്ടിം കോമ്പൻസേഷൻ, അതായത് ഈച്ച് ഒഫൻസ് ദിസ് മച്ച് മണി ടു ബി പെയ്ഡ് എന്നുള്ളത് കൃത്യമായും സഭി പറഞ്ഞ വളരെ റൈറ്റായ കാര്യമാണ്. അത് പ്രോപ്പർലി ശരിക്ക് ഫോർ ഈച്ച് ഒഫൻസ് ദീസ് ആർ ദ കോമ്പൻസേഷൻ. അത് അങ്ങനെ പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ ഒഫൻസ് ചെയ്ത് പൈസ കൊടുത്താൽ പോരുന്നുള്ള തോന്നൽ വരുമെന്നൊക്കെ വന്നാൽ അന്ന് തമ്മിൽ ചിന്തിക്കായിരുന്നു. നമുക്ക് ഇനി അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ട സമയമായി. ആ വിക്ടിമിന്റെ സഫറിങ്സ് എന്ന് പറയുന്നത് അത് അലീവിയേറ്റ് ചെയ്യാൻ വേണ്ടി വാട്ട് ടു ഡു ടു അലീവിയേറ്റ് ദ സഫറിങ്സ് ഓഫ് ദ വിക്ടിംസ്, വാട്ട് ടു ഡു, അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടിരിക്കുന്നു. നോട്ട് ഓൺലി ടു ദ ഫാമിലി മെമ്പേഴ്സ്, ഈവൻ ടു ദ വിക്ടിം. പക്ഷെ മെഡിക്കൽ ഫെസിലിറ്റി, ഇതെല്ലാം കൊടുക്കാനുള്ളത് കൃത്യമായി ഇപ്പൊ പറയുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് ആ ട്രീറ്റ്മെന്റ് മാത്രമല്ല, ബാക്കി ഇപ്പൊ സഭി പറഞ്ഞ പോലെ അത് കുറച്ചും കൂടെ വൈഡ് ആക്കിയിട്ട് അതും വേണം. കാരണം ജഡ്ജസ് പറയുന്ന ഒരു കൺസേൺ നമ്മുടെ കേസുകള് കൂടുതലും ഒരു അക്യൂറ്റൽ ആയിട്ടാണ് പോകുന്നത്. മെജോറിറ്റി കേസസ് ഇതിന് 60% കേസസ് അക്യൂറ്റിലാണ്, 60 അല്ല 70% കേസസ് അക്യൂറ്റിലാണ്. പിന്നെ വരുന്ന റെയറസ്റ്റ് ആയിട്ടുള്ള റെയർ കേസിലാണ് കൺവിക്ഷൻ വരുന്നത്. ഈ കൺവിക്ഷൻ വരുന്ന കേസിൽ തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കേസിലാണ് കൺവിക്ഷൻ വരുന്നത്. അപ്പൊ വിക്ടിം ഒരു സഫറർ ആണ് ആക്ച്വലി. അപ്പൊ ആ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ഈ കൺവിക്ഷൻ കേസിൽ പ്രൊബേഷനിലേക്ക് പോകുന്ന ഒരു ബുദ്ധിമുട്ട് സാധാരണഗതിയിൽ ജഡ്ജസ് നേരിടുന്നുണ്ട്. അപ്പോ ജഡ്ജസ് മാത്രമല്ല വിക്ടിംസ് നേരിടുന്നുണ്ട്, അത് കേസ് നടത്തുന്ന പ്രോസിക്യൂട്ടർ നേരിടുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ വിക്ടിം കോമ്പൻസേഷൻ സ്കീമും കൂടെ ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തേണ്ടത് ഗവൺമെന്റ്. സഭ്യ പറഞ്ഞ വളരെ ശരി. വിക്ടിം ഈസ് എ ഫോർഗോട്ടൺ പേഴ്സൺ. ഇപ്പൊ നമ്മൾ വിക്ടിമിനെ പറ്റി ചിന്തിക്കുക. അടുത്ത കാലത്തെ വിക്ടിം കോമ്പൻസേഷൻ പോലും നമുക്കറിയില്ല, അടുത്ത കാലത്താണ് വന്നത്. അല്ലെങ്കിൽ ഹി വാസ് എ ഫോർഗോട്ടൺ പേഴ്സൺ. നമ്മളെ പേഴ്സൺ ഹു ഈസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ വെൽ. He has been taken to the court. His trial is conducted. He has been sent to jail. In the jail, he is looked after by providing food, accommodation, cloth, treatment, awareness, education. Everything is provided. What about the sufferer? He is a forgotten person. Victim in the accuser, look after him, providing food, providing accommodation, providing cloth, providing treatment, providing education, providing awareness, providing rehabilitation. Even after completion of the punishment, rehabilitation പറ്റി ചിന്തിക്കുന്നുണ്ട്. What about the affected family and the victim? അത് ഫോർഗോട്ടൺ ആണ്. അത് മിസ്റ്റർ സബി പറഞ്ഞ പോലെ വളരെ വലിയ കൺസേൺ ആണ്. സ്റ്റേറ്റ് ഹാസ് ടു ഗോ ഫോർ ദാറ്റ് ആൾസോ. എന്നാൽ മാത്രമേ നമുക്ക് ഈ സിസ്റ്റം ഒക്കെ വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അവിടെയും നമ്മൾ ഊന്നൽ കൊടുത്ത് അതിനെപ്പറ്റിയുള്ള സ്റ്റഡിയും അതിനെപ്പറ്റി സ്റ്റേറ്റ് കുറച്ചും കൂടെ കാര്യമാത്ര പ്രസക്തമായി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്കിത് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സാർ ഒരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ. നമ്മുടെ സഫി സാർ ഇപ്പൊ പറഞ്ഞ ഒരു വിക്ടിമിന്റെ കാര്യത്തിൽ തന്നെയാണ്. ഇപ്പൊ വിക്ടിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രഡീഷണൽ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് സാറ് അത് സംസാരിച്ചത്.
സാധാരണഗതിയിൽ ഒരു വിക്ടിം എന്ന് പറയുന്നത് നമ്മൾ അക്യൂസ്ഡിന്റെ ഫാമിലിയെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾക്ക് വിക്ടിമായിട്ട് കണ്ടുകൊണ്ടാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അവരെ സപ്പോർട്ട് ചെയ്യാൻ സ്കീംസ് കൊണ്ടുവന്നത്. കാരണം ഒരു വ്യക്തി കുറ്റകൃത്യത്തിൽ പെടുന്ന സമയത്ത് അവരെ ഇപ്പൊ വീട്ടിലുള്ള ആൾക്കാർ അതിൽ എന്ത് പഴച്ചു, അപ്പൊ അതിനെ കൊണ്ട് മാത്രം ഒരു ഫാമിലി അവിടെ ഒരു ബ്രെഡ് വിന്നർ ഇല്ലാതാവുകയാണ് ജയിലിലേക്ക് പോകുന്ന സമയത്ത്. അതുകൊണ്ട് അവിടെ സൃഷ്ടിക്കപ്പെടുന്ന പിന്നെ സെക്കൻഡറി വിക്ടിംസ് ആണ് ഈ പറയുന്ന അപ്പൊ അതുകൊണ്ട് വിക്ടിം എന്ന് പറയുന്നത് ബ്രോഡർ പെർസ്പെക്ടീവിൽ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല സഫി അതന്നെ സഫി പറഞ്ഞ അതല്ല, ഈ മറ്റേ വിക്ടിമിനോടൊപ്പം തന്നെ ഇതുകൊണ്ട് അതിനോടൊപ്പം തന്നെ മറ്റവരുടെ കാര്യത്തിൽ കുറച്ചും കൂടെ കോമ്പൻസേഷൻ എന്തൊക്കെ വേണ്ടെന്നുള്ളതിനെ പറ്റി രണ്ടും സെയിം. അതുകൊണ്ടാണ് പറഞ്ഞത് the person may not be accused may not be able to pay that compensation or accused may not be able to. അവിടെ സ്റ്റേറ്റ് ഹാസ് ടു കം ഫോർവേഡ് എന്നുള്ളതില്ല, തീർച്ചയായും അതിനോട് യോജിക്കുന്നു. അതാ ബിജു പറഞ്ഞത് സാർ ഒരു രണ്ട് കാര്യം സൂചിപ്പിക്കട്ടെ അബീന. ഒന്ന് പ്രൈമറി വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പൊതുവിലൊരു പ്രോഗ്രാം ഇല്ല എന്ന് ന്യൂനതയുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ ധനസഹായം മാത്രമാണ് പൊതുവിലുള്ളത്. അതെ. അപ്പൊ നമ്മൾ പത്തനംതിട്ടയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഒരു ജീവനം എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് പത്തനംതിട്ടയിൽ പ്രത്യേകമായിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് ഈ പറഞ്ഞ 302 ഉൾപ്പെടെയുള്ള ഡിസീസ്ഡ് വിക്ടിമിന്റെ ഡിപ്പെൻഡന്റിനെ സഹായിക്കുക, ആസിഡ് അറ്റാക്ക്, അതുപോലെ ഗ്രീവിയസ് ഹർട്ടായിട്ടുള്ള വിക്ടിമിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് സ്പെസിഫിക് ആയിട്ട് ഡിസ്ട്രിക്ട് കളക്ടറുമായിട്ട് ചേർന്നിട്ട് ഡിസ്ട്രിക്ട് പ്രൊഫഷണൽ അഡ്വൈസറി കമ്മിറ്റിയുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ തുടങ്ങിയത്. അവർക്ക് ഈ പറയുന്ന ഏർലി സ്റ്റേജിൽ തന്നെ അവർക്കുള്ള ഒരു സൈക്കോ സോഷ്യൽ മെഡിക്കൽ നീഡ് അഡ്രസ് ചെയ്യുക, അതോടൊപ്പം തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള നിലയിൽ നമ്മൾ കാറ്റൽ റിയറിംഗ് ബന്ധപ്പെട്ട അത്തരം ഗോഡ് ഫാമിംഗ് നൽകുന്നു, ടൈലറിംഗ് യൂണിറ്റ് ഈ വിക്ടിമിന് നൽകുന്നു. ഇപ്പൊ ലൈവ്ലിഹുഡ് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും ഓരോ ആൾക്കാർക്കും. അപ്പൊ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സ്റ്റേറ്റിൽ തന്നെ മറ്റ് ജില്ലയിലേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റെപ്പ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആയിട്ടുള്ള രീതി. മറ്റേ ഡിപ്പെൻഡന്റ് ഈ കൺവിക്റ്റിന്റെ ഡിപ്പെൻഡന്റിന് നമുക്ക് ഓൾറെഡി ഒരു സ്കീമുണ്ട്. സെക്കൻഡറി വിക്ടിം എന്ന് പറയുന്നത് പോലെ പ്രിസണേഴ്സിന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഓൾറെഡി ഒരു സ്കീം ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സാർ ഞാൻ സൂചിപ്പിക്കാൻ വന്ന മറ്റൊരു കാര്യം, സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്ലീ ബാർഗെയിനിങ് നേരിടുന്ന ഒരു പ്രശ്നം കൃത്യമായ രീതിയിൽ പ്ലീ ബാർഗെയിനിങ്ങിന് അനുയോജ്യമായ കേസുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനോ അത് ക്ലാസിഫൈ ചെയ്യുന്നതിനോ ഒരു മെക്കാനിസം നമുക്ക് കോർട്ട് ലെവലിൽ ഇല്ല എന്നുള്ളതാണ്. അതിൽ എനിക്കുള്ള ഒരു സജഷൻസ്, നമുക്ക് ഈ കോർട്ടിൽ ഈ കേസ് എത്തുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ പോലീസാണല്ലോ ഈ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പോയിന്റിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരം കേസുകളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമുക്ക് നേച്ചർ ഓഫ് ഒഫൻസ് വെച്ചിട്ട് നമുക്കത് പ്ലീ ബാർഗെയിനിങ്ങിന്റെ പ്രൊവിഷൻസ് ഉൾപ്പെടുത്താൻ കഴിയുന്ന കേസുകൾ ക്ലാസിഫൈ ചെയ്യുകയും അത്തരം കാര്യങ്ങൾ DLSക്ക് കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റെപ്പ് എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് കേസ് എടുത്തു കഴിഞ്ഞാൽ, ജൂനിയർ ജസ്റ്റിസ് ആക്ടിന്റെ കേസിലാണെങ്കിൽ പോലീസ് കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ സോഷ്യൽ വർക്കറെ അറിയിക്കുകയും സോഷ്യൽ വർക്കർ ഈ കുട്ടിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യണമെന്നുള്ള പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ നേർവഴി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നമ്മൾ പ്രൊഫഷണൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. ഈ നേർവഴി പ്രോജക്റ്റിന്റെ ഒരു എയിം ഈ 18 to 25 ആയിട്ടുള്ള അക്യൂസ്ഡിന് ഈ ബെയിൽ സ്റ്റേജിൽ തന്നെ അവർക്കുള്ള റിഫോർമേഷന് വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുക എന്നുള്ള, അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്, കൗൺസിലിംഗ്, അവരുടെ ഇൻജോർഡ് കെയർ പ്ലാൻ തയ്യാറാക്കുക, അതൊരു എയിമായിട്ട് പറയുന്നുണ്ട്. ബെയിൽ സ്റ്റേജിൽ തന്നെ ഇപ്പൊ 18 to 25 ആയിട്ടുള്ള പല പോലീസ് ഓഫീസേഴ്സും പറയുന്നുണ്ട്. ഇപ്പൊ 18-19 വയസ്സായിട്ടുള്ള യുവാക്കളായിട്ടുള്ളവർ അവർക്ക് ഒരു അവസരം ചിലപ്പോൾ പെട്ടുപോയതായിരിക്കും എന്ന് പറയുന്നത്, കേസിൽ പെട്ടുപോയതായിരിക്കും, അവർക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി വരാൻ സാധ്യതയുള്ളവരുണ്ടെന്ന് പോലീസ് ഓഫീസേഴ്സ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരം കേസുകളിൽ നമുക്ക് പ്രൊഫഷൻ ഓഫീസിൽ അല്ലെങ്കിൽ സെലക്ടഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രൊവിഷൻ പ്ലീ ബാർഗെയിനിങ്ങിന്റെ പ്രൊവിഷൻ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കേസുകൾ നമുക്കത് അതിന്റെ കേസിന്റെ ലിസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് നമുക്ക് ഈ പ്രതിയായിട്ടുള്ള യങ് ഒഫൻഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ യങ് അക്യൂസ്ഡ് ആയിട്ടുള്ള അവരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡ്വക്കേറ്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്നുള്ള നിലയിൽ
ഈ പറയുന്ന ഫസ്റ്റ് ടൈമിൽ ഒഫൻസിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള അവരെ തന്നെ ഈ ബെനിഫിഷ്യറീസിനെ തന്നെ അക്യൂസ്ഡ് ആയിട്ടുള്ള ബെനിഫിഷ്യറീസിനെ തന്നെ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു പ്രൊഫഷൻസിനെ സംബന്ധിച്ച് സ്റ്റേഷൻ ലെവലിൽ തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സാധ്യതയെ സംബന്ധിച്ചിട്ടുള്ള സാറിന്റെ അഭിപ്രായം. DLSAയുടെ പാനൽ കൗൺസിലേഴ്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും, പോലീസ് ഓഫീസേഴ്സിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും. പല സ്റ്റേഷനുകളിലും ഈ കേസിൽ അഡ്വക്കേറ്റിനെ വെക്കാൻ ശേഷിയില്ലാത്തവരാണെങ്കിൽ പോലീസ് തന്നെ DLSA അറിയിക്കുന്ന ഒരു സംവിധാനമുണ്ട്. DLSAയുടെ പാനൽ കൗൺസിലേഴ്സിനെ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ പോലീസിന് ഇതിനെ സംബന്ധിച്ചൊരു നല്ലൊരു റോള് വഹിക്കാൻ കഴിയുമെന്നുള്ളത്. അതുപോലെ തന്നെ DLSAയുടെ പാനൽ കൗൺസിലേഴ്സിനും ഇത് സംബന്ധിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു ലിങ്ക് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്തരം കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ FIR സ്റ്റേജിൽ തന്നെ ഒന്നുകിൽ പ്രൊബേഷൻ ഓഫീസറെ പോലീസ് അറിയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം, അല്ലെങ്കിൽ DLSA അറിയിക്കുന്നതിന്റെ സംവിധാനം ഉണ്ടാകണം. അങ്ങനെ ഇത് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യമാണ്. ഏർലി സ്റ്റേജിൽ തന്നെ ഇത് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കക്ഷികളെ ഈ പറഞ്ഞ പ്രതി എന്ന് പറയുന്ന ആളിനെ നമുക്ക് ഇത് സംബന്ധിച്ച് ഇതിന്റെ കാര്യത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയും. ഒരുപക്ഷെ ഇത് അഡ്വക്കേറ്റിന് മുമ്പ് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ അഡ്വക്കേറ്റിനെ ഇത് സംബന്ധിച്ച് സെൻസിറ്റൈസർ അല്ലെങ്കിൽ നേരത്തെ ബിജു സൂചിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങളായിരിക്കാം പറയുന്നത്. നമ്മൾ അവിടെ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും പിന്നീട് ഈ പറയുന്ന യുവാവായിട്ടുള്ള ആള് പറയുന്നത്. അതാണ് ഒന്ന്. രണ്ടാമത്തത് ഈ പലപ്പോഴും 18, 19, 20 വയസ്സുള്ള കുട്ടികൾ ഈ NDPS ആക്ട് പ്രകാരമുള്ള ചെറിയ കേസുകളിൽ പെടാറുണ്ട്. ഗഞ്ചാവ് പോലുള്ളത് അത് അവർ അറിയാതെ ഇത് എത്ര ഗുരുതരമാണോ എന്ന് പോലും ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളതാണ്. അപ്പൊ അത് ചില പ്രൊവിഷൻസ് PO ആക്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പ്രൊവിഷൻസ് ഉണ്ട് NDPSൽ തന്നെ ചില പ്രൊവിഷൻസ് ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങൾ ആണെങ്കിൽ. അപ്പോൾ അത്തരം NDPS പോലെയുള്ള കേസുകളിൽ പ്ലീ ബാർഗെയിനിങ് ഇപ്പോൾ 2 years അല്ലെങ്കിൽ 7 years താഴെയുള്ള ശിക്ഷ കിട്ടുന്ന പ്രൊവിഷൻസ് ആണ് ഈ ആക്ടിലുള്ളതെങ്കിൽ അത് പ്ലീ ബാർഗെയിനിങ് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളത്. അതുപോലെ തന്നെ IT ആക്ട് പ്രകാരമുള്ള ചില കേസുകൾ ഗൗരവതരമല്ലാത്ത പ്രൊവിഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അത്തരം കേസുകൾ അപ്പൊ അത് ഈ പറയുന്ന പ്ലീ ബാർഗെയിനിങ്ങിന് ആപ്ലിക്കേഷൻ വരുന്നതാണോ? ഇതെല്ലാം തന്നെ പലപ്പോഴും 18-നും 21-നും ഇടയിൽ പ്രായമുള്ള അല്ലെങ്കിൽ 25-ന് ഇടയിൽ പ്രായമുള്ള ആദ്യമായി കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാർ വരാനിടയുള്ള കുറ്റകൃത്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ധാരാളം കേസുകൾ ഇപ്പോൾ റിമാൻഡ് ചെയ്ത കേസുകളിൽ ഇത്തരത്തിലുള്ള NDPSും ഈ പറഞ്ഞ IT ആക്ട് പോലെയുള്ള കേസുകളിലും വരുന്നുണ്ട്. അപ്പൊ അത്തരം കേസുകളിലും ഇതിന്റെ പ്രൊവിഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഈ രണ്ട് കാര്യമാണ് ഉള്ളത്. മിസ്റ്റർ അബീൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. റിയലി യു ആർ കോൺട്രിബ്യൂട്ടഡ് മച്ച്. ഇപ്പൊ പറയുന്നത് ഒന്ന് നമുക്ക് പോലീസ് സ്റ്റേഷൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇപ്പൊ PLVs ഉണ്ട്, പാരാലീഗൽ വോളണ്ടിയേഴ്സ്, സോഷ്യൽ നമ്മുടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അവർ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിൽ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി മോർ ഓവർ ക്രിമിനൽ കേസ് ഒരു ക്രിമിനൽ കോടതി വരുമ്പോൾ മിസ്റ്റർ അബീൻ വളരെ റൈറ്റ്ലി പറഞ്ഞു, അത് DLSAയിലോട്ട് റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുന്ന് DLSAക്ക് അത് കളക്ട് ചെയ്യാനോ സംവിധാനം വളരെ ഈസിയാണ്. ഇതിപ്പോ പ്രയാസമൊന്നുമില്ല. എവറിത്തിങ് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ്. ദ കേസസ് വിച്ച് ആർ ഫയൽഡ് ബിഫോർ ദ ക്രിമിനൽ കോഡ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എത്ര ഫയൽ ചെയ്തു, CJM എത്ര ഫയൽ ചെയ്തു, എന്തൊക്കെ ഒഫൻസസ് ഇൻവോൾവ് ആണെന്ന് വെരി ഈസിലി ദേ ക്യാൻ കളക്ട് ഇറ്റ്. അത് കളക്ട് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഒരു വലിയ പ്രയാസമുള്ള കാര്യമല്ല. DLSAയും നമ്മുടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും അല്ലെങ്കിൽ CJMും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള വോളണ്ടിയേഴ്സ് ഇഷ്ടംപോലെ ലീഗൽ സർവീസ് അതോറിറ്റീസ് ഉണ്ട്. പിന്നെ എനിക്ക് മിസ്റ്റർ അബീൻ പറഞ്ഞ വളരെ അപ്രീഷിയേറ്റബിൾ ഒരു കാര്യം, NDPS ആക്ട് ശരിക്കും NDPSൽ പിള്ളേർ പെട്ടുപോകുന്നതാണ്. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ കം ഔട്ട്. അത് നിങ്ങളുടെ അടുത്തൊക്കെ കിട്ടുകയാണെങ്കിൽ യു ക്യാൻ കറക്റ്റ് ദം, യു ക്യാൻ ബ്രിങ് ദം ഇൻ ദ പ്രോപ്പർ വേ. അതിനുള്ള അവസരം അവർക്ക് കിട്ടാതെ വരുന്നുണ്ട്, പലപ്പോഴും സംഭവിച്ചു പോകുന്നത്. വൺസ് ദേ ആർ ഗെറ്റിംഗ് ദ ചാൻസ് ടു റിയലൈസ് വാട്ട് ദേ ഹാവ് ഡൺ, റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. IT ആക്ടിലും NDPS ആക്ടിലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. ബിക്കോസ് ആ ഏജിന്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. ആ ഏജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 19 to 25 വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏജാണ്. ലോട്ട് ഓഫ് എനർജി ഇൻ ദെയർ മൈൻഡ്. പണ്ടാണെങ്കിൽ നമ്മൾ സ്പോർട്സിനോ ആർട്സിനോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കളിക്കാനും കേരളത്തിൽ പ്രത്യേകിച്ച് വോളിബോൾ കളിയും ഫുട്ബോൾ കളിയൊക്കെ ആയിട്ട് നമ്മൾ എനർജി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ അതിനുള്ള അവസരവും ഇല്ല. പിള്ളേരുടെ എനർജിയൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ സ്റ്റോർ ചെയ്തിരിക്കും. ഇത് വലിയൊരു പ്രോബ്ലമാണ്. നമ്മുടെ നല്ലൊരു എന്താ പറയുക സോഷ്യൽ കോൺടാക്റ്റും ആ സോഷ്യൽ റിലേഷൻഷിപ്പും വളരെ കുറഞ്ഞു വന്നപ്പോഴേ അത് കൂടി വന്നത്. എവിടെയെങ്കിലും ഹൈഡ് ചെയ്തിരുന്ന് കാര്യങ്ങൾ ചെയ്യാം. മറ്റത് അങ്ങനെയല്ല. പബ്ലിക്കലി വി ആർ കമ്മിങ്, പബ്ലിക്കലി വി ആർ ഇന്ററാക്ടിങ് വിത്ത് ദ പേഴ്സൺ. അത് വളരെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ NDPSലും IT ആക്ടിലും ഉള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പ്ലീ ബാർഗനിങ് തൊട്ട് കൊണ്ടുവരാൻ പറ്റുന്നതിനെ പറ്റി സജഷൻ കൊടുത്ത് അത് നിയമത്തിന്റെ അകത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ആ ഏരിയയിൽ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ യങ്സ്റ്റേഴ്സിനെ നമ്മൾ പ്രോപ്പർലി ഗൈഡ് ചെയ്യുകയാണെങ്കിൽ their best, their energy can be utilized the best, their effort can be utilized best. എനിക്കത് പ്രാക്ടിക്കലി ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്.
ബിക്കോസ് അവരുടെ ആ ഒരു നോളജോ അല്ലെങ്കിൽ റോങ് അഡ്വൈസോ ഒക്കെയാണ് അവരവിടെ ചെന്ന് ചാടുന്നത്. മിസ്റ്റർ അബീൻ വളരെ റൈറ്റ്ലി പറഞ്ഞു, ഏർലി സ്റ്റേജിൽ അത് കണ്ടുപിടിക്കാനും ഏർലി സ്റ്റേജിൽ അവരെ കറക്റ്റ് ചെയ്യാനും പറ്റിയാൽ they can be used for a betterment of the society, betterment of the country. ഒരു സംശയവും ഇല്ല. ആ മെഷേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കഷനിലൂടെ എടുക്കേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. മിസ്റ്റർ അബീൻ, റിയലി ഇറ്റ് ഈസ് യു ആർ നൈസ്ലി കോൺട്രിബ്യൂട്ടഡ് ഫോർ ദിസ്. താങ്ക് യു മിസ്റ്റർ അബീൻ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? Bhuvanesh sir, thank you very much. താങ്ക് യു. ആരോഗ്യ നമ്പർ ഒന്ന് ചോദിച്ചു സർ, ആവശ്യമുള്ളവർ കൊടുത്തോളൂ സർ, എന്റെ നമ്പർ ഒന്ന് കൊടുത്തോളൂ. They have any doubt, they can contact me anytime. There is no problem. Whatever I know, I am ready to share with you all. സുരേന്ദ്ര സാർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും സംശയം ഉള്ളവരുണ്ടാകും. അപ്പൊ ഒന്ന് ചോദിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഇനിയും ചോദിച്ചാൽ നമുക്ക് പൊതുവിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇനിയൊരു കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അപ്പൊ സാറ് വളരെ കൃത്യമായിട്ട് ഉള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളത് പ്രയോജനപ്പെടുത്തുന്നു. സാർ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. വിക്ടിം കോമ്പൻസേഷൻ നമ്മൾക്ക് സാമൂഹ്യനീതി വകുപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനേക്കാൾ കൂടുതൽ കെൽസ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഡിമാൻഡ് ഇല്ലാതായി. അങ്ങനെയാണ് ഇനിയും കൂടുതൽ പ്രോജക്റ്റുകൾ കൂടുതൽ സ്കീമുകൾ വരികയാണെങ്കിൽ നമ്മൾ എടുക്കാൻ തയ്യാറാണ്. ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഇനിയും എടുക്കാം. അതിന്റെ തന്നെ പത്തനംതിട്ട തുടങ്ങിയ സംരംഭം അതിജീവനം വർദ്ധിപ്പിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ വർഷം തന്നെ മിക്കവാറും അനുമതി കിട്ടിയ പോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഇനിയും അത്തരം സ്കീമുകൾ നമ്മൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇന്നത്തെ ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇതുപോലെ സീനിയേഴ്സ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് വളരെ നന്നായിരുന്നു. രാജ്കുമാർ നമ്മുടെ അസിസ്റ്റന്റ് സോഷ്യൽ കുമാർ സാറാണ്, സാമൂഹ്യനീതി വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്. അല്ല അതാ നല്ല കുറെ ഓപ്ഷൻസ് നന്നായിട്ട് ഫങ്ഷൻ. നമുക്ക് എങ്ങനെ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കീമാകും. ഇവരെല്ലാം നല്ല LGRF ഒക്കെ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നല്ല എഫേർട്ട് വന്നല്ലോ. ദാറ്റ് ഇസ് റിയലി നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. സുമനസ്സുകളുള്ള ഒരുപാട് മനുഷ്യന്മാരിവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് we can do much more thing ചെയ്യാൻ സാധിക്കും. ശരിയാണ് സാർ. LGRS നമുക്ക് ടോർച്ച് കളിച്ച് തരുന്നുണ്ട്, വഴി കാണിച്ച് തരുന്നുണ്ട്. ഞങ്ങളെ വഴി കൂടെ ഇങ്ങനെ പതുക്കെ കാല് വെച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു. വെരി ഗുഡ്. റിയലി നല്ല കാര്യം അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കേൾക്കുന്നില്ല കേട്ടോ, നെറ്റിൽ എന്തോ തരാറുണ്ടെന്നോ കേൾക്കുന്നില്ല കേട്ടോ പ്രോപ്പർലി. സൗമ്യാണോ? നമ്മുടെ ഹാബിച്വൽ ഒഫൻഡേഴ്സ്, അതെ ഹാബിച്വൽ ഒഫൻഡേഴ്സിന് പ്ലീ ബാർഗൈനിങ് പറ്റില്ല എന്ന് പറഞ്ഞു. സിവിയറിറ്റി ഓഫ് ഒഫൻസ് വെച്ചിട്ടാണോ അതോ അതായത് നമ്മുടെ ഹാബിച്വൽ ആയിട്ട് വന്നാലും നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റും? കാരണം അത് നമുക്ക് ഇതിലിപ്പോ ഒരു പ്രൊവിഷൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഹാബിച്വൽ ഒഫൻഡേഴ്സ് അല്ലെങ്കിൽ അക്യൂസ്ഡ് പ്രീവിയസ്ലി കൺവിക്റ്റഡ് ആണെങ്കിൽ കൊടുക്കേണ്ടെന്നൊരു പ്രൊവിഷൻ നമുക്ക് 265B പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാ ശരിക്കും. അപ്പൊ അവിടെ നമുക്കിനെ ചിന്തിക്കണം. ഹാബിച്വൽ ഒഫൻഡർ എന്താ, ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി ചെയ്യുന്നതാണ്, ഒരിക്കൽ ചെയ്തിട്ട് രണ്ടാമത് പറ്റിപ്പോഴാണ്. അവിടെയാണ് നവീൻ സാറ് പറഞ്ഞതുപോലെ നമ്മളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളോട്ട് വരണം. ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിമിനോളജി റെസിഡിവിസ്റ്റ്, വീണ്ടും ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, ആ ഒരു ഹാബിറ്റ് ഉള്ളവർ. അതല്ലാതെ രണ്ടാമത് ചെയ്തു എന്ന് പറയുമ്പോൾ ഹാബിച്വൽ ഒഫൻഡർ കാറ്റഗറി വന്നു കഴിഞ്ഞാൽ ഈ പ്രിവിലേജ് കിട്ടില്ല ഇപ്പോ. പക്ഷെ അവിടെയൊക്കെ മാറ്റങ്ങൾ വരണം. അത് കറക്റ്റായിട്ട് അവിടെ നമ്മൾ നേരത്തെ അതേപോലെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ മെനി നമ്പർ ഓഫ് കേസസ് ക്യാൻ ബി ബ്രോട്ട് ഇൻ ദ പ്ലീ ബാർഗൈനിങ്. പ്ലീ ബാർഗൈനിങ്ങിലും ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ടിലൂടെ നമുക്ക് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ നല്ലൊരു ക്രിമിനൽ ജസ്റ്റിസ് കൾച്ചർ ഉണ്ടാകാം. ക്രിമിനൽ ജുറിസ്പ്രുഡൻസ് ഒരു നല്ല കൾച്ചറിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിലൂടെ ഒഫൻസസ് കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് ഒരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നോ ഡൗട്ട് ഇൻ ദാറ്റ്. Okay, thank you, sir. Thank you, Samya.
മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? മറ്റു ചോദ്യങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു. ഇന്ന് ഈ സെഷന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി LJRF കോഴ്സ് കോർഡിനേറ്റേഴ്സിൽ ഒരാളും LJRFന്റെ കോട്ടയം ചാപ്റ്റർ അംഗവുമായ ശ്രീമതി അശ്വിനി കെ സുനിലിനെ ക്ഷണിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസും ജില്ലാ നിയമസേവന അതോറിറ്റിയും ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ 7ാമത്തെ ദിവസം അങ്ങനെ ഇന്ന് സമാപനത്തിലെത്തുകയാണ്. അപ്പൊ ഇന്നേ ദിവസം തന്നെ നമുക്ക് പ്ലീ ബാർഗെയിനിങ്ങിനെ കുറിച്ച് സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി ഫാക്കൽറ്റി ആയ അഡ്വക്കേറ്റ് ശ്രീ ഭുവനേന്ദ്രൻ നായർ സാർ വളരെ മനോഹരമായ തന്നെ ഒരു ക്ലാസ് നമുക്ക് നൽകുകയുണ്ടായി. കൂടാതെ ഫർദർ ഡിസ്കഷൻസ് കൊണ്ട് കൂടുതൽ നമുക്ക് നോളജ് കിട്ടുകയുണ്ടായി. സാറിന് ഏറെ സ്നേഹത്തോടെ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസർ സാർ AO അബീൻ സർ, അതുപോലെ മറ്റ് പ്രൊബേഷൻ ഓഫീസേഴ്സ്, അതുപോലെ LJRFന്റെ മറ്റ് ഭാരവാഹികളും ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങളും കെൽസ, അതുപോലെ ഇന്ന് കമ്പയറിംഗ് നടത്തിയ നമ്മളുടെ ജെന്നി തങ്കം ജോയ്, അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. താങ്ക് യു. Thank you to one and all. Thank you very much. Okay. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you, sir. See you, Abin, sir. See you, Gino. After Thank a you, long sir. gap, Thank I you. am just meeting you. I am seeing you anyway. Thank you. എനിക്ക് തോന്നുന്നു 20 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. 20 വർഷം അല്ല, 18-16 വർഷത്തിന് ശേഷം അല്ലേ? അതെ. ഞാൻ തമ്പാനൂർ സിവിൽ സർവീസ് അക്കാഡമി അവിടെ ഉണ്ടായിരുന്നു. I was your student. Anyway, at least I got a chance to interact with you. Nice. We touched with you. എനിക്ക് തോന്നുന്നു ഈ പ്രാക്ടീസും അക്കാഡമിക്സും ഒരുപോലെ കൊണ്ടുപോകുന്ന അഡ്വക്കേറ്റ്സിൽ ഒരാളാണ് അങ്ങ്. അങ്ങയുടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും പേരിലുള്ള അവർ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു, സർ. Thank you, sir. ഭുവനേന്ദ്ര സാറിന്റെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് വേണം. ഭുവനേന്ദ്ര സാറിന്റെ സപ്പോർട്ട് ഇനിയും തുടർന്നും ഞങ്ങൾ Sure, Abin, sir. Certainly. പ്രൊബേഷൻ ഓഫീസർ. Certainly, sir. Certainly. Thank you. Thank you. Subhash sir, thank you. Biju sir, thank you. Okay, Thank you, Gino, sir. bye. Thanks. To dear participants, നാളെ നമ്മളുടെ സെഷൻ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ പറ്റിയിട്ട് ഡോക്ടർ സുഹൃത് കുമാർ സാർ ആണ് നയിക്കുക. ഇന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം ഇപ്പം ഞാൻ നിങ്ങളുടെ ലിങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. that you can fill up, and also in that you can see another option for topic for assignment. അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ കോഴ്സിന്റെ ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു എക്സാം നടത്തുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ഫീസിബിൾ ആകുന്നത് ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതാകും എന്നുള്ളതാണ് ജനറലി ഉള്ളൊരു ഒപ്പീനിയൻ. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ടോപ്പിക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ആ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഫോം ഫില്ല് ചെയ്യുന്ന സബ്മിറ്റ് ചെയ്യുന്ന കൂട്ടത്തില് ടോപ്പിക്ക് നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതുകൂടി നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. അത് വരുന്ന ക്ലാസ്സുകളിലും ഞങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻ തന്നെ വീണ്ടും പറയും. അതിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ടോപ്പിക് എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്ന്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് LJRF അക്കാഡമി നിങ്ങൾ സബ്മിറ്റ് ചെയ്തൊരു 5 ഡേയ്സിനകത്ത് അത് അപ്രൂവ് ചെയ്യും. നിങ്ങളുടെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യും. അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഡേയും ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും. അതായത് നിങ്ങളുടെ കോഴ്സ് തീരുന്നതിനെ മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ദാറ്റ് വി വിൽ ബി ഇവാലുവേറ്റിംഗ്. അതായിരിക്കും കൂടുതൽ ഫീസിബിൾ ആയിട്ട് ഒരു ഇവാലുവേഷൻ സിസ്റ്റം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട് ടു ഷെയർ വിത്ത് യു ടുഡേ. നാളത്തെ ക്ലാസ്സിലും എല്ലാവരും അറ്റൻഡ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. സുഹൃത് കുമാർ സാറിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി നമുക്ക് കിട്ടി. നാളെ നമുക്ക് അഗെയിൻ 1 more class we are getting. So wish you all the best. Thank you.